ദൈവവചന ധ്യാനത്തിലേക്ക് നമുക്ക് കടക്കാം. ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും കാതലായ വിഷയമെന്ന് പറയുന്നത് നമ്മളും കർത്താവുമായിട്ടുള്ള ബന്ധമാണ്, വ്യക്തിപരമായ ആ ബന്ധം, അല്ലേ? നമ്മുടെ വ്യക്തിപരമായ ബന്ധം എങ്ങനെ ഇരിക്കുന്നു, അതിൻ്റെ മേന്മ എങ്ങനെ ഇരിക്കുന്നു എന്നനുസരിച്ചിരിക്കും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരോഗ്യം, അല്ലേ? നമുക്ക് കർത്താവുമായിട്ട് നല്ല അടുപ്പവും ബന്ധവും ഉണ്ടെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം അത് വളർച്ച പ്രാപിക്കും, സമൃദ്ധി പ്രാപിക്കും, അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും വ്യക്തിപരമായ ബന്ധം, യേശുക്രിസ്തുവുമായുള്ള ബന്ധം എങ്ങനെ ഇരിക്കുന്നു എന്ന് ധ്യാനിക്കാനായിട്ടാണ്. ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പ്രേരണ നൽകിയത്. അതുകൊണ്ട് അതിനായിട്ടുള്ള വേദഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 25 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ലൂക്കോസ് 14 അതിൻ്റെ 25 മുതൽ 35. എന്റെ അടുക്കൽ വരികയും അപ്പനെ അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെ കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തൻ്റെ എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിവാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്ന് തീർപ്പാൻ വകയുണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലയോ? അല്ലെങ്കിൽ അടിസ്ഥാനം ഇട്ട ശേഷം തീർപ്പാൻ വകയില്ല എന്ന് വന്നേക്കാം. കാണുന്നവർ എല്ലാം ഈ മനുഷ്യൻ പണിവാൻ തുടങ്ങി തീർപ്പാനോ വകയില്ല എന്ന് പരിഹസിക്കുന്നുണ്ട്. അല്ല, ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് കടയേൽപ്പാൻ പുറപ്പെടുമ്പോൾ ഇരുന്ന് 20,000 വരുന്നവരിനോട് താൻ 10,000 എടുക്കാൻ മതിയോ എന്ന് ആലോചിക്കുന്നില്ലയോ? ഓരാൻ വരികയും മറ്റവൻ ദൂരത്തിരിക്കുമ്പോൾ തന്നെ സ്ഥാനാവധികളെ അയച്ച് സമാധാനത്തിനായി അപേക്ഷിക്കുന്നു. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെ വിട്ടു പിരിയുന്നില്ല എങ്കിൽ അവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഇപ്പൊ നല്ലത് തന്നെ. ഇപ്പൊ കാലമില്ലാതെ പോയാൽ എന്തൊന്നുകൊണ്ട് അതിന് രസം വരുത്തും. നെല്ലത്തിനും കുളത്തിനും കൊള്ളുന്നതല്ല, അതിന് പുറത്ത് കളയും. കേൾപ്പാൻ ചെടിയുള്ളവൻ കേൾക്കട്ടെ. ആമേൻ. കർത്താവ് ശിഷ്യത്വത്തെക്കുറിച്ച് പറഞ്ഞ വേദഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇതിൻ്റെ പശ്ചാത്തലം ഒന്ന് ചിന്തിക്കണേ. ഇതിന് തൊട്ട് മുൻപായിട്ട് കർത്താവ് ദൈവരാജ്യത്തെക്കുറിച്ചൊക്കെ പ്രസംഗിച്ച് ഇങ്ങനെ വന്ന സമയത്ത് ഒരു വ്യക്തി അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ പറയാണ്, ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാൻ. പുള്ളിക്ക് ഭക്ഷണത്തിൻ്റെ കാര്യം എപ്പോഴും ചിന്തയുള്ളൂ. ദൈവരാജ്യത്തിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് വളരെ നല്ല കാര്യമായിരിക്കുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ഒരു ഉപമ പറഞ്ഞതാണ്. ഒരു മനുഷ്യൻ ഒരു അത്താഴം ഒരുക്കി പലരെയും ക്ഷണിച്ചു, പക്ഷേ വന്നില്ല. അവരെല്ലാം ഒഴിവ് കഴിവുകൾ പറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു. ഒരാൾ പറഞ്ഞു ഞാൻ സ്ഥലം വാങ്ങിച്ചിരിക്കുകയാണ്, വേറൊരാൾ പറഞ്ഞു ഞാൻ കുറേ ആളുകളെ വാങ്ങിച്ചിരിക്കുകയാണ്, വേറൊരാൾ പറഞ്ഞു ഞാൻ ഇപ്പോൾ അങ്ങോട്ട് കല്യാണം കഴിച്ചേ ഉള്ളൂ, മധുവിധു കാലമാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവർ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് അത്താഴത്തിൽ നിന്ന് വരാതിരുന്നു, അല്ലേ? അങ്ങനെ വരാതിരുന്നപ്പോൾ അനേകർ, അല്ലേ, ദരിദ്രന്മാർ, എന്താ പറയുക, കണ്ണ് കാണാത്തവർ, അന്ധന്മാർ, കുരുടന്മാർ, ഇവരെല്ലാം വിളിച്ച് കർത്താവ് അല്ലെങ്കിൽ ആ യജമാനൻ അവരെ ആ പന്തിയിലേക്ക് കൊണ്ടുപോയി, അല്ലേ? ഇത് പറഞ്ഞതിന് ശേഷമാണ് ഈ സംഭവം ലൂക്കോസ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് കർത്താവ് വിളിച്ചപ്പോൾ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് അത് വേണ്ടാന്നും വെച്ച് കുറേ പേര് പോയി, അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഏറിയ പുരുഷാരം അവനോടുകൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത്. വലിയൊരു മീറ്റിംഗ്, അല്ലേ, നടക്കുകയാണ്. അപ്പോഴാണ് കർത്താവ് ഈ വലിയ പ്രയാസം പിടിച്ച കാര്യം കയറി പറയുന്നത്, അല്ലേ? നമ്മളാണ് എന്തോ പറയും, നിറച്ച ആളുണ്ട്, ഇപ്പോൾ ഇതൊന്നും പറയണ്ടെന്ന്, മെഗാ ചർച്ചായി, അല്ലേ? നമ്മൾ ആളെ കുറയ്ക്കാൻ നോക്കത്തില്ല. കർത്താവ് എപ്പോഴും സ്ഥിരം ചെയ്യുന്നത് കർത്താവ്. യോഹന്നാനിലൊക്കെ നമ്മൾ വായിക്കുന്നതാണ്. വലിയ പുരുഷാരം വരുമ്പോഴത്തെ കർത്താവ് പറയും, ഇവിടെ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയും, അല്ലേ? നമ്മളെ ഇത് എത്ര ഗുണമേന്മ ഒന്ന് നോക്കേണ്ടിയിരിക്കുന്നു. നമുക്കൊരു ഒരു ഇച്ചിരി കട്ടി ആഹാരം കൊടുക്കാം, അപ്പം ഭൂരിപക്ഷം കളഞ്ഞേച്ച് പോകും, അല്ലേ? യോഹന്നാൻ 6 നമ്മൾ കാണുന്നത്. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ, ഭൂമിയിലുള്ള ശുശ്രൂഷയിൽ എപ്പോഴും 2 കൂട്ടരെയും നമുക്ക് കാണാൻ പറ്റും, പുരുഷാരവും പിന്നെ ശിഷ്യന്മാരും, അല്ലേ? ഈ പുരുഷാരം ഇങ്ങനെ ചുറ്റും കാണും,
പുരുഷാരത്തിൻ്റെ എണ്ണം കൂടുതലുമായിരിക്കും അല്ലേ, ക്രൗഡ് എന്ന് പറയുന്നത് അല്ലേ. ഈ പുരുഷാരത്തിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കർത്താവിൻ്റെ ഈ പ്രസ്ഥാനത്തോട് അറ്റാച്ച്മെൻ്റ് ഉണ്ട്, കർത്താവിനോട് കമ്മിറ്റ്മെൻ്റ് ഇല്ല അല്ലേ. കർത്താവ് എന്ന വ്യക്തിയോട് അവർക്കൊരു സമർപ്പണവും ഇല്ല. കർത്താവ് നടത്തിപ്പോകുന്ന ഈ അത്ഭുതം, അടയാളം, ഫ്രീ ആയിട്ട് ഫുഡ്, ഇതൊക്കെ അവർക്ക് വേണം, ചുറ്റിപ്പറ്റി നിൽക്കും. പക്ഷെ സമർപ്പണമില്ല വ്യക്തിപരമായ ബന്ധവുമായിട്ട് അല്ലേ. അപ്പോൾ ഇന്നും പലരും അങ്ങനെയാണ്, സഭാപരമായിട്ടും കുടുംബപരമായിട്ടും ക്രിസ്ത്യാനിത്വമായിട്ട് ബന്ധമുണ്ട്, എന്നാൽ യേശുക്രിസ്തു എന്ന വ്യക്തിപരമായി അവർക്ക് അറിഞ്ഞുകൂടാ, ഒരു സമർപ്പണമില്ല, ഒരു ബന്ധമില്ല. അങ്ങനെയുള്ള പുരുഷാരത്തെ നോക്കിയിട്ടാണ് കർത്താവ് പറഞ്ഞത് 3 കാര്യങ്ങൾ. അവിടെ കർത്താവ് ഇങ്ങനെയുള്ളവനാണെങ്കിൽ എൻ്റെ ശിഷ്യനാകുവാൻ കഴിയുകയില്ല അല്ലേ. ഇങ്ങനൊരു വ്യക്തിയാണെങ്കിൽ എൻ്റെ ശിഷ്യനാകുവാൻ കഴിയുകയില്ല എന്ന് 3 പ്രാവശ്യം പറയുന്നുണ്ട്. അതിനോട് ചേർന്ന് തന്നെ കർത്താവ് 2 ഉപമയും പറയുന്നുണ്ട് അല്ലേ. നിങ്ങൾ വായിച്ചപ്പോൾ അത് കേട്ടല്ലോ, 2 ചെറിയ ഉപമകൾ അവിടെ പറയുന്നുണ്ട് അല്ലേ. ഒരാളെ ഒരു ഗോപുരം പണിവാൻ ഇച്ഛിച്ചു, വേറൊരിടത്ത് ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് യുദ്ധം ചെയ്യുവാനായിട്ട് പുറപ്പെട്ടു. 31-ാമത്തെ വാക്യത്തിലാണ് അത്. അവിടെ 2 നിങ്ങൾ ശ്രദ്ധിച്ച 28-ാമത്തെ വാക്യത്തിലും അതുപോലെ തന്നെ 31-ാമത്തെ വാക്യത്തിലും 2 കർത്താവ് ചോദിക്കുകയാണ്, അങ്ങനെ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആദ്യം ഇരുന്ന്, 28-ാമത്തെ വാക്യം, ആദ്യം ഇരുന്ന് അത് തീർപ്പാൻ വകയുണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലയോ. 31-ാമത്തെ വാക്യം, ആദ്യം ഇരുന്ന് 20,000 വരുന്നവനോട് താൻ 10,000 എതിർപ്പാൻ മതിയോ എന്ന് ആലോചിക്കുന്നില്ലയോ. 2 ഇരുന്ന് കണക്ക് കൂട്ടണം, ഈ ചെയ്യാൻ പോകുന്ന സംരംഭം എന്നെ കൊണ്ട് ചെയ്തെടുക്കുവാൻ കഴിയുമോ അല്ലേ. ഇത് ശിഷ്യത്വം എന്ന് പറയുന്ന ഈ പശ്ചാത്തലത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ ആദ്യം ഇരിക്കണം, ഇരുന്നിട്ട് കണക്ക് കൂട്ടണം, എന്നെ കൊണ്ട് ഈ വില കൊടുക്കാൻ പറ്റുമോ. ഇന്ന് സുവിശേഷകന്മാരെന്താ പറയുന്നത്, എഴുന്നേറ്റ് മുമ്പോട്ട് വാങ്ങും. കർത്താവ് പറയുന്നത് അവിടെ ഇരുന്ന് കണക്ക് കൂട്ട്. നമ്മൾ ഈ വളരെ സ്പീഡിൽ ആളുകളെ എന്താ പറയുക, ദൈവരാജ്യത്തിൽ കയറ്റാൻ വേണ്ടി നോക്കുക, എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊരു പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ച് സുവിശേഷീകരിച്ചു എന്ന് പറയും. വില കൊടുക്കാൻ ഇല്ലാത്തവനും കയറി വരും, അത്ഭുതവും അടയാളമൊക്കെ കുറേ പുരുഷാരത്തെ വിളിച്ചു കൂട്ടുന്നതല്ലാതെ ശിഷ്യന്മാരാകത്തില്ല അവരൊന്നും. ശരിയായ സുവിശേഷീകരണത്തിൽ അവസാനം പറയേണ്ടത് അവിടെ ഇരുന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യും, നിന്നെക്കൊണ്ട് പറ്റുമോ ഇത്. കാരണം എന്താണ്, വലിയ വില കൊടുത്താലേ ശിഷ്യനാകാൻ പറ്റത്തുള്ളൂ. ആ വിലയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, ശിഷ്യത്വത്തിൻ്റെ വില. ഇത് പലപ്പോഴും പലർക്കും അറിഞ്ഞുകൂടാ, ഈ ബന്ധത്തിൽ എന്തുമാത്രം വില കൊടുക്കേണ്ടി വരുമെന്നുള്ളത് അല്ലേ. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് എടുക്കുകയാണെങ്കിൽ വിവാഹം അല്ലേ, ഈ ആണുങ്ങളും പെണ്ണിനും ഒന്നും ഒരു അറിവുമില്ല അല്ലേ. പണ്ട് എൻ്റെ അച്ഛൻ എപ്പോഴും ചോദിക്കുന്നത്, എന്തിനാണ് ഈ ക്രിസ്ത്യാനികൾ പ്രസംഗിക്കുന്നത് കല്യാണത്തിന്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, വേറെ ആരും കല്യാണം കഴിക്കുമ്പോൾ പ്രസംഗിക്കാറില്ല അല്ലേ. ഇത് ഘോരഘോര പ്രസംഗം. അപ്പോൾ ക്രിസ്ത്യൻ കല്യാണത്തിന് പോകുമ്പോൾ ബോറടിക്കുക, എന്തോ എത്ര നേരം. അപ്പോൾ ഞാൻ ചോദിച്ചാൽ, അച്ഛൻ എന്താ പ്രസംഗിച്ചാൽ കുഴപ്പം, ഇതൊക്കെ ആർക്കും അറിഞ്ഞൂടാത്ത ഭാര്യയെ സ്നേഹിക്കണം. ഞാൻ പറഞ്ഞു, ഇന്നത്തെ ചെറുപ്പക്കാർക്കൊന്നും അറിഞ്ഞൂടാ ഭാര്യയെ സ്നേഹിക്കണം, ഭർത്താവിനെ കീഴ്പ്പെടണം എന്നൊക്കെ. അച്ഛൻ പഴയ തലമുറയെന്നായതുകൊണ്ട് ഇതൊക്കെ അറിയാം. ഇന്നിതൊന്നും അറിഞ്ഞൂടാ. കല്യാണം കഴിക്കുന്ന 3-ാം ദിവസമാണ്, അയ്യോ ഇതാണോ വിവാഹം അല്ലേ. ഈ ബന്ധത്തിൽ ഇത്രയും പ്രതിബദ്ധതയൊക്കെ ഉണ്ട്, ഈ സിനിമയെ കണ്ട പോലെ ഒന്നും അല്ലല്ലേ. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, പിരിയാം. എത്രയോ ക്രിസ്ത്യാനികൾ, വിശ്വാസികൾ തന്നെ പിരിയുന്നു അല്ലേ. എന്തു പറ്റി, കൊടുക്കേണ്ട വിലയെക്കുറിച്ച് അറിവില്ലായിരുന്നു അല്ലേ. അതുപോലെ നമ്മൾ പിള്ളേരെ കൊണ്ട് കോളേജിൽ ചേർക്കും. ചിലരൊക്കെ കോളേജിൽ ചേർന്ന് കഴിയുമ്പോഴാണ് ഇത്രയും പഠിക്കാനുണ്ടോ, എന്നാൽ പിന്നെ പഠിത്തം നിർത്താം. എത്രയോ പേര് പഠിത്തം നിർത്തിയിരിക്കുന്നു. എടുത്തു ചാടി ചില സമർപ്പണങ്ങളൊക്കെ എടുത്തു വെച്ചു, പിന്നെ മനസ്സിലായി അയ്യോ ഭാര്യയായിപ്പോയി. അതാണ് കർത്താവ് പറഞ്ഞത്, ഒരാൾ വലിയ ഗോപുരം പണിവാനൊക്കെ നോക്കിയിട്ടത് തീർന്നില്ല. അപ്പോൾ എന്തു പറ്റി, 30-ാമത്തെ വാക്യം, ഈ മനുഷ്യൻ പണിവാൻ തുടങ്ങി തീർപ്പാനോ വകയില്ലെന്ന് പരിഹസിക്കുമല്ലോ. വലിയ വിശ്വാസിയാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ജീവിക്കുന്നുണ്ടല്ലേ ലോകത്തിലാണ് എന്ന ആളുകൾ പരിഹസിക്കുക. ഇത് തുടങ്ങാൻ പോലും പാടില്ലായിരുന്നു അല്ലേ. പത്രോസ് ഒരിടത്ത് പറയുന്നുണ്ട്, ഇവൻ്റെ അവസാനം കണ്ടു കഴിഞ്ഞാൽ ഇവൻ ഒരു കാലത്തും ദൈവത്തെ വിശ്വസിക്കേണ്ട പോലും ആവശ്യമില്ലായിരുന്നു. ഇങ്ങനെയുള്ളവർ വിശ്വാസികളാകണ്ടായിരുന്നു. അവർക്കും നല്ലതല്ല, ലോകത്തിനും നല്ലതല്ല, ദൈവത്തിനും നല്ലതല്ല. എന്താണ് ഈ വിളിയുടെ ഉള്ളിലടങ്ങിയിരിക്കുന്ന പ്രതിബദ്ധതയുടെ വില അറിയാതെ എടുത്തു ചാടിയവരായിരുന്നു അല്ലേ. അനുഗ്രഹം കിട്ടുമെന്നും അഭിവൃദ്ധി കിട്ടുമെന്നും ജോലി കിട്ടുമെന്നും കടം മാറും എന്നൊക്കെ പറഞ്ഞ് യേശുവിൻ്റെ അടുക്ക വരുന്നവരുണ്ട്. അവരൊന്നും അറിയുന്നില്ല, യേശുവിൻ്റെ ശിഷ്യനാകണമെങ്കിൽ എന്ത് വില കൊടുക്കേണ്ടി വരും അല്ലേ. ഇത് പ്രസംഗിക്കാറില്ല, കാരണം ഇത് കേൾക്കുമ്പോൾ ആയിരിക്കും നീ നിരുത്സാഹപ്പെടുത്തുവാണല്ലോ ആളുകളോട്.
കർത്താവ് തന്നെ പ്രസംഗിച്ച പ്രസംഗമായത്. കർത്താവ് തന്നെ ആളുകളെ നിരുത്സാഹപ്പെടുത്തി, നിങ്ങൾക്ക് വില കൊടുക്കാൻ കഴിയില്ലേ, വരണ്ട. അങ്ങനെ ചുമ്മാ എല്ലാവരും കൂടെ ആള് കയറ്റി പോകാൻ. ഇത് KSRTC ബസ്സല്ല, അല്ലേ? ബസ് കണ്ടില്ലേ, തൂങ്ങി ചരിഞ്ഞൊക്കെ പോവും. അങ്ങനെയുള്ളവൻ എല്ലാവരും ഒന്നും വരണ്ട, അല്ലേ? വില കൊടുക്കുവാൻ തയ്യാറാകുന്നവൻ വന്നാൽ മതി, അല്ലേ? പണ്ടൊരിക്കൽ ജോൺ സ്റ്റോട്ട് എന്ന് പറഞ്ഞ വലിയ പേര് കേട്ട ഇംഗ്ലണ്ടിലെ ഒരു പ്രസംഗം പറഞ്ഞു, ഇങ്ങനെ വില കൊടുക്കുവാൻ ആളുകൾ തുനിയാത്തത് കൊണ്ടാണ് ക്രിസ്തീയ പോർക്കളത്തിൽ അനേകർ വീണ് പൊളിഞ്ഞു കിടക്കുന്നത്, അല്ലേ? എത്രയോ പ്രസംഗകർ തന്നെ പകുതിയായപ്പോൾ ഇട്ടേച്ച് പോയി. അവസാനം ആർക്കാ എന്താ പറയുക ചീത്തപ്പേര്? യേശു ക്രിസ്തുവിന്, അല്ലേ? സുവിശേഷത്തിനാണ് പിന്നെ ചീത്തപ്പേര്. അപ്പോൾ അതുകൊണ്ട് വില കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെ ഒരു ഹൃദയമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കർത്താവ് 26-ലും 27-ലും 33-ലും 3 പ്രാവശ്യം പറഞ്ഞിരിക്കുകയാണ്, ഇങ്ങനെയുള്ളവർക്ക് എൻ്റെ ശിഷ്യനാകുവാൻ കഴിയുകയില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ കഴിയുകയില്ല എന്ന് പറഞ്ഞ് നേരെ അങ്ങ് പറഞ്ഞപ്പോഴേ ഇങ്ങനെയുള്ളവർക്ക് കഴിയാൻ പറ്റും എന്ന് പറഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഈ നെഗറ്റീവിൽ പറഞ്ഞിരിക്കുന്നത്. അത് നിഷ്കർഷിക്കുകയാണ് കർത്താവ്. ഇത് എന്താ പറയുക, അലിംഗിത നിയമം എന്നൊക്കെ നമ്മൾ പറയും, അല്ലേ? ഒരിക്കൽ പോലും ലംഘിക്കുവാൻ കഴിയാത്തൊരു വ്യവസ്ഥയുണ്ട് ഇതിനകത്ത്. അതുകൊണ്ടാണ് അതിനെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെയുള്ളവർക്ക് എൻ്റെ ശിഷ്യനായി ഇരുപ്പാൻ കഴിയുകയില്ല. അപ്പോൾ ഈ 3 നമ്മളിന്ന് ധ്യാനിക്കാൻ പോവുകയാണ്. ഒന്നാമത്തേത് അതിൻ്റെ 26-ാമത്തെ വാക്യത്തിലാണ്. അത് എന്താ സൂചിപ്പിക്കുന്നു വെച്ചാൽ, നിങ്ങൾക്ക് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനാകണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഭൂമിയിലുള്ള വേറൊരു വ്യക്തിയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ കർത്താവാകുവാൻ പാടില്ല. വേറൊരു ബന്ധുവും നിങ്ങളുടെ ജീവിതത്തിൻ്റെ കർത്താവാകുവാൻ കഴിയുകയില്ല. അവിടെ പറഞ്ഞിരിക്കുകയാണ്, എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയല്ല. അപ്പോൾ സാധാരണ ഇത് നമ്മൾ യൗവനക്കാരോടൊക്കെ പ്രസംഗിക്കുമ്പോൾ എന്ത് സന്തോഷമാണെന്ന് പറയും. അപ്പനെ അമ്മയും പകയ്ക്കണം, അല്ലേ? നമ്മൾ ഓൾറെഡി ശിഷ്യന്മാരാ, അല്ലേ? ചില ചെറുപ്പക്കാർക്ക് ഇത് കേൾക്കുമ്പോൾ വളരെ അപ്പനെ അമ്മയും ഓൾറെഡി നമ്മൾ പകച്ചുകൊണ്ടിരിക്കുക. ആ പകയെക്കുറിച്ചല്ല ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് ഇതിൻ്റെ മത്തായിലുള്ള ആരെങ്കിലും ഒന്ന് വായിക്കാം. മത്തായി 10:37. അവിടെ ഈ പക എന്നുള്ള വാക്ക് മാറ്റി മത്തായി അതെന്താന്ന് നമുക്ക് തെളിവായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. മത്തായി 10:37 ആരെങ്കിലും ഒന്ന് വായിച്ചേ. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. കണ്ടോ, അവിടെ അപ്പനും അമ്മയൊക്കെ പിന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നേക്കാൾ അധികം സ്നേഹിക്കുന്നതിനെയാണ് ഇവിടെ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, പകയ്ക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് വേണേൽ നോക്കാവുന്നതേ ഉള്ളൂ. ഉൽപ്പത്തി പുസ്തകം 29:30-31 ആരെങ്കിലും വായിച്ചു. ഉൽപ്പത്തി 29 യാക്കോബിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഉൽപ്പത്തി 29:30-31. റാഹേലിനെ ലേയായേക്കാളും അധികം സ്നേഹിച്ചു. അനിഷ്ട, അല്ലേ എന്നാണ്, പക്ഷേ ഇംഗ്ലീഷിൽ ഹേറ്റഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കണ്ടോ, അധികം സ്നേഹിക്കുമ്പോൾ അതിനെ കർത്താവ് കാണുന്നത് പകയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പകയ്ക്കുക എന്ന് പറയുമ്പോൾ അപ്പനെ അമ്മയും വെറുക്കുക എന്നാരും ചിന്തിക്കരുത് കേട്ടോ. ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരോടാണ് പ്രത്യേകിച്ച്. അപ്പനെ അമ്മയും വെറുക്കുക അല്ലെങ്കിൽ ആരെങ്കിലും വെറുക്കുക എന്നല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എന്നെ അധികമായിട്ട് അവരെ സ്നേഹിക്കുകയാണെങ്കിൽ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരികയാണെങ്കിൽ എല്ലാ ബന്ധങ്ങൾക്കും മേലായ സ്ഥാനം കർത്താവിന് കൊടുക്കണം. അങ്ങനെ കൊടുക്കാത്തവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. വേറെ ഒരു വ്യക്തിയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ കർത്താവ്, യജമാനൻ ആകുവാൻ പാടില്ല. ഇവിടെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് കഴിയും, അല്ലേ? ചിലരൊക്കെ ഈ അനുസരണക്കേട് കാണിക്കുന്നതിൻ്റെ കാരണം അവരുടെ പ്രതിബദ്ധത യേശുവിനോടും പിന്നെ വീട്ടിലുള്ള ആരോടെങ്കിലും ഒക്കെ ആയിരിക്കും. ഭർത്താവായിരിക്കും, ഭാര്യയായിരിക്കും, കുഞ്ഞുങ്ങളായിരിക്കും, അല്ലേ? അച്ഛനമ്മമാരായിരിക്കും. അത് കാരണം പരിപൂർണ അനുസരണം വരുന്നില്ല. കാരണം 2 യജമാനന്മാരുണ്ട്, അല്ലേ? ഇപ്പം നമ്മുടെ ശരീരത്തിന് 2 തലയുണ്ട്, എങ്ങനെ ഇരുന്നേനെ? വിരൂപമായിരിക്കും, അല്ലേ? ഒരു മോൺസ്റ്റർ ആയിരിക്കും, അല്ലേ? 2 തലയുള്ള ഒരു ജീവി എന്ന് പറയുന്ന പോലെ. ഈ 2 തലയുള്ള ക്രിസ്തീയ ജീവിതം, ഭർത്താവ് കൊണ്ട് തല, പിന്നെ വേറെ ഏതോ ഒരു വ്യക്തിയും ഉണ്ട്. അപ്പോൾ അതെന്ത് പറ്റും? വണ്ടി ഇടിക്കും എന്ന് പറഞ്ഞ പോലെ, അല്ലേ? ഇപ്പം ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ വേറൊരാളും കൂടെ പിടിച്ച് സ്റ്റിയറിംഗ് തിരിച്ചോണ്ടിരുന്ന വേറൊരു ഡയറക്ഷനിലോട്ട് തിരിച്ചോണ്ടിരുന്ന വണ്ടി എവിടെയെങ്കിലും പോയി ഇടിക്കും എന്ന് പറഞ്ഞ പോലെ ക്രിസ്തീയ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക്
പരിപൂർണ അനുസരണം കാഴ്ചവെച്ച് ദൈവപ്രസാദമുള്ള ജീവിതം നയിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം കർത്താവ് മാത്രമല്ല യജമാനൻ. ആ സിംഹാസനത്തിൽ വേറെ പലരെയും കൂടെ കൂട്ടിയിരുത്തിയിട്ടുണ്ട്. അപ്പൻ ഇരിപ്പുണ്ട്, അമ്മ ഇരിപ്പുണ്ട്, സഹോദരൻ ഇരിപ്പുണ്ട്, മക്കൾ ഇരിപ്പുണ്ട്, ഭാര്യ ഇരിപ്പുണ്ട്, ഭർത്താവ് ഇരിപ്പുണ്ട്. അപ്പോൾ എന്തോ പറ്റും? എൻ്റെ ശിഷ്യനായിട്ടിരിപ്പാൻ കഴിയുകയില്ല. വേറൊരു രീതി ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഹൃദയത്തിലെ ആദ്യ സ്നേഹം യേശുക്രിസ്തു മാത്രമാണോ? എല്ലാത്തിനും ഉപരിയായി നിങ്ങൾ ദൈവത്തെ മാത്രം സ്നേഹിക്കുന്നവരാണോ? സ്നേഹം എന്ന് പറയുമ്പോൾ പാട്ട് പാടുന്നതിനെ കുറിച്ചോ വികാരം വരുന്നതിനെ കുറിച്ചോ അല്ല, പ്രതിബദ്ധത. ആരെയാണ് നിങ്ങൾ അനുസരിക്കുന്നത്? ആരെയാണ് നിങ്ങൾ പിൻഗമിക്കുന്നത്? ആരെയാണ് നിങ്ങൾ കാംക്ഷിക്കുന്നത്? ആരെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? തനി മലയാളത്തിൽ പറഞ്ഞു അല്ലേ? ഇതൊരു വലിയ ചോദ്യമാണ് അല്ലേ? അപ്പോൾ ഇവിടെ കർത്താവ് പറയുകയാണ്, അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും ഒക്കെ കാളും ഞാൻ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവനാണെങ്കിൽ ഞാൻ ശിഷ്യനായി. ഇതാണ് ഒന്നാമത്തെ വില കൊടുക്കേണ്ടത്. ഇത് വലിയ പ്രയാസമാണ്. കാരണം പ്രത്യേകിച്ച് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ നമുക്ക് കുടുംബങ്ങൾക്കൊക്കെ വലിയ സ്ഥാനമാണ്. അത് നല്ലൊരു കാര്യമാണ്. പക്ഷേ അത് കാരണം ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഇവരെല്ലാം നമ്മൾ ആദ്യം കൊണ്ടുപോയി യാഗം കഴിക്കണം അല്ലേ? എൻ്റെ ഹൃദയത്തിൽ ഇനി കർത്താവിനോടൊത്ത് വേറെ ആർക്കും സ്ഥാനമില്ല ഇനി അല്ലേ? കർത്താവിനേക്കാൾ അധികം ഞാൻ ആരെ സ്നേഹിക്കുന്നില്ലെന്ന് പറയാൻ പറ്റണം. പലപ്പോഴും ഈ ചില നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒറ്റപ്പെടലൊക്കെ വരുന്നത് ദൈവം ഇതൊക്കെ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? നമുക്ക് ഭയങ്കര അടുപ്പമൊക്കെ വരുമ്പോൾ ദൈവം അതൊന്ന് മുറിക്കും. അയ്യോ അവർ ഭയങ്കര അടുപ്പമായിരുന്നല്ലോ, പക്ഷേ ഈ ശോധനയെ കൂടെ പോയപ്പോൾ അവരെ കാണാനില്ലല്ലോ. അത് കർത്താവ് പഠിപ്പിക്കുക, മോനെ നീ അവരെ കൂടുതലങ്ങ് സ്നേഹിച്ചാൽ അവരെ പിടിച്ച് കർത്താവാക്കും അതെ. അതുകൊണ്ട് ആ ബന്ധമൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പം മുറിക്കും. അപ്പോൾ നല്ലപോലെ ദൈവം ഭക്തനാക്കണമെങ്കിൽ ഒരുപാട് മുറിവുകളൊക്കെ സഹിക്കേണ്ടി വരും, ഒരുപാട് ഒറ്റപ്പെടലൊക്കെ സഹിക്കേണ്ടി വരും. കാരണം ഈ പാഠം പഠിക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ മറ്റു എല്ലാ ബന്ധുക്കളെക്കാളും എല്ലാ വ്യക്തികളെക്കാളും കൂടുതൽ ഞാൻ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നു. അപ്പോൾ അപ്പനേക്കാളും കൂടുതൽ യേശുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? അതിൻ്റെ അർത്ഥം നമ്മൾ സാധാരണ നമ്മുടെ അപ്പന്മാരിലേക്ക് നോക്കുന്ന എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? അപ്പനിൽ നിന്നാണ് എനിക്കൊരു അഡ്രസ്സ് കിട്ടുന്നത് അല്ലേ? എൻ്റെ പേരിൻ്റെ കൂടെ അപ്പൻ്റെ പേര്, അപ്പൻ്റെ കുടുംബം അല്ലേ? അങ്ങനെ എല്ലാം കിട്ടും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? യേശുവിലേക്ക് നോക്കണം. എന്തിനു വേണ്ടിയിട്ട്? എൻ്റെ വ്യക്തിത്വത്തിനായിട്ട്. എൻ്റെ അപ്പനെ, എൻ്റെ ഭൂമിയിലെ അപ്പൻ നല്ലൊരു അപ്പനായിരിക്കും, പക്ഷെ എങ്കിലും അതിലും അധികമായിട്ട് ഞാൻ ആരാണെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ഞാൻ കണ്ടുപിടിക്കണം. അല്ലാതെ എൻ്റെ അപ്പനുമായിട്ടുള്ളതല്ല. എൻ്റെ അപ്പൻ ചിലപ്പം ലോകത്തിൽ വലിയ ആളായിരിക്കും, എനിക്ക് ചിലയിടത്തൊക്കെ പോയി ആളാവാൻ പറ്റും. എൻ്റെ അപ്പൻ ആരാന്നറിയാവോ? അങ്ങനെ നമ്മൾ പുകഴാതെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ പുകഴണം. അവിടെ ആയിരിക്കണം എൻ്റെ സുരക്ഷ അല്ലേ? ചിലപ്പോഴൊക്കെ എൻ്റെ അച്ഛൻ, എനിക്കറിയാമെന്ന് തോന്നുന്നു, ഗവൺമെൻറ്റിൽ വലിയൊരു ജോലിക്കാരനായിരുന്നു. അതുകൊണ്ട് രാത്രിയൊക്കെ ഈ വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് പേടി വരുമ്പോൾ ഞാൻ ഓർക്കും, വല്ല പോലീസും പിടിച്ചു നിർത്തി അപ്പോൾ പറയാം അച്ഛൻ ആരായിരുന്നെന്ന്, സെക്രട്ടേറിയറ്റിൽ ഇന്ന ആളായിരുന്നു. അപ്പോൾ പിന്നെ ഒരു ദിവസം അങ്ങനെ രാത്രി ഓടിച്ചുകൊണ്ട് പോയപ്പോൾ കർത്താവ് ചോദിച്ചപ്പോൾ അതാണ് നിൻ്റെ വിശ്വാസം അല്ലേ? അപ്പോൾ അത് പിന്നെ ഞാൻ മാറ്റി. അങ്ങനെ രാത്രി പിടിച്ചു നിർത്തുകയാണ്, ഞാൻ അതൊന്നും പറയാൻ പോകുന്നില്ല അല്ലേ? നമുക്ക് പുകഴാനായിട്ട് ഒരുപാട് അവസരങ്ങൾ വരും. അതൊന്നുമില്ല. ജഡീകമായ എൻ്റെ അപ്പൻ ആരാണെന്നുള്ളതിലല്ല ഞാൻ എൻ്റെ സുരക്ഷ കണ്ടെത്തുന്നത്. എനിക്ക് ആവശ്യങ്ങളൊക്കെ ആര് നിറവേറ്റി തരും? സാധാരണ നമ്മൾ അപ്പനോട് പോയിട്ട് പറയും, അപ്പാ ഇത് വേണോ അത് വേണോ അതോ എന്നൊക്കെ അല്ലേ? എന്നാൽ ഞാൻ അവിടെ ആശ്രയം വെക്കാതെ ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ യേശുവിനോട് ചോദിക്കും, കർത്താവേ എൻ്റെ അപ്പ എനിക്കിതെല്ലാം വേണം അല്ലേ? അപ്പം നിങ്ങൾ നിങ്ങളുടെ അപ്പൻ്റെ അടുക്ക പോകുന്നതിനേക്കാളും കൂടുതൽ പ്രാർത്ഥനയ്ക്ക് പോകാറുണ്ടോ? പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, നിങ്ങൾ പ്രാർത്ഥിക്കുകയാണോ കൂടുതൽ ചെയ്യുന്നത്? അപ്പൻ്റെ അടുത്ത് പോയി അപ്പനെ ഇറിറ്റേറ്റ് ചെയ്യുകയാണോ ചെയ്യുന്നത്? അപ്പ 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 എന്ന് പറയുകയാണോ? അതോ അബ്ബ അബ്ബ എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോവാണോ? ഇതെല്ലാം ഇവിടെ ഉണ്ട് അല്ലേ? അതുപോലെ എൻ്റെ ശിക്ഷണം, എനിക്ക് വേണ്ട ആലോചന, ഞാൻ എന്തു ചെയ്യണം, ഞാൻ ആരായിത്തീരണം, ഇതെല്ലാം എൻ്റെ ഭൂമിയിലെ അപ്പനേക്കാളും ഞാൻ എൻ്റെ സ്വർഗത്തിലെ അപ്പനിൽ ഞാൻ ആശ്രയിക്കണം. അപ്പോഴാണ് ഞാൻ അപ്പനേക്കാളും കൂടുതൽ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവനാകുന്നത്. പലരൊക്കെ പറയും, എൻ്റെ ആഗ്രഹം പൂർണ്ണസമയ സുവിശേഷകനാകണമെന്നാണ്, പക്ഷേ അപ്പൻ്റെ ആഗ്രഹം ഞാൻ എൻജിനീയർ ആകണമെന്നാണ്. അപ്പോൾ പിന്നെ എൻജിനീയർ ആകാൻ പോകും അല്ലേ? അല്ലെ, വേറെ ചില സഹോദരിമാർ പറയാറുണ്ട്, എൻ്റെ ആഗ്രഹം ഒരു സുവിശേഷകനെ കല്യാണം കഴിക്കണമെന്നാണ്, പക്ഷെ അപ്പൻ്റെ അമ്മയും അങ്ങനെ പിച്ചക്കാരന്മാരെയൊന്നും കല്യാണം കഴിക്കേണ്ടത് അല്ലേ? അപ്പോൾ ആരാണ് കർത്താവ്? അപ്പനും അമ്മയൊക്കെയാണ് കർത്താവ് അല്ലേ? അതാണ് കുഴപ്പം. അപ്പോൾ പൂർണ്ണ അനുസരണം നടക്കുന്നില്ല. പലർക്കും അങ്ങനെ ദൈവഹിതമൊക്കെ നഷ്ടപ്പെടാറുമുണ്ട് പലരും അല്ലേ? പിന്നെ 3 വർഷം കഴിയുമ്പോൾ പൂർണ്ണ സമയ ശുശ്രൂഷകരുടെ അടുത്ത് പറയും,
അയ്യോ ഡിവോഴ്സായി, പ്രശ്നമായി, അല്ലേ, കുടുംബജീവിതം പ്രശ്നമായെന്നും പറഞ്ഞു വരും. അപ്പോൾ നമ്മൾ നമ്മുടെ അപ്പനേക്കാളും അധികം യേശു ക്രിസ്തുവിനെ സ്നേഹിക്കും. അതുപോലെ അമ്മയെക്കാളും, അല്ലേ, സാധാരണ നമ്മൾ അമ്മയുടെ അടുത്ത് പോകുന്നത് എന്തിനാണ്? വാത്സല്യം കിട്ടും, ആശ്വാസം കിട്ടും, അല്ലേ. അമ്മമാർ അങ്ങനത്തെ അമ്മമാരാണ്, അല്ലേ, എപ്പോഴും നമ്മളെ കെട്ടിപ്പിടിച്ച് നമ്മളെപ്പോഴും നമ്മളെ എൻകറേജ് ചെയ്ത് നമ്മളെപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നല്ലേ. അതിനും ഞാൻ എൻ്റെ അമ്മയെക്കാളും കൂടുതൽ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ പോകുന്നവനായിരിക്കണം ഒരു ശിഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് ആശ്വാസം നൽകുന്നവൻ, എന്നെ വാത്സല്യത്തോടെ എന്നെ കരുതുന്നവൻ, എന്നെ സഹായിക്കുന്നവൻ, എനിക്ക് അനുകമ്പ തരുന്നവൻ, അല്ലേ. പലപ്പോഴും നമ്മൾ പറയുന്നുണ്ട്, ഞാൻ കരയുമ്പോൾ ആരും എൻ്റെ കൂടെ കരയാനില്ലല്ലോ, അല്ലേ. പിന്നെ പുരയ്ക്ക് തൂണും തനിക്ക് താനും എന്നൊക്കെ പറയുന്ന പോലെ ആരെടുത്ത് പോയിരുന്ന് കരയണം? അനുകമ്പ ആര് തരും? സഹതാപമുള്ള മഹാപുരോഹിതനാണ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു. എബ്രായ ലേഖനത്തിൽ പറയുന്നത്, അല്ലേ, സഹതപിക്കുവാൻ, നമ്മുടെ ബലഹീനതകളിൽ സഹതപിക്കുവാൻ കഴിയുന്നില്ലേ. അപ്പോൾ അമ്മമാരുണ്ടായിരിക്കാം, അമ്മമാരില്ലായിരിക്കാം, ആരുമില്ലേലും എനിക്ക് എൻ്റെ കർത്താവ് മതി, അല്ലേ. നിങ്ങൾ സഹതാപം കാംക്ഷിക്കുന്ന എവിടെ നിന്നാണ്? കർത്താവ് യേശു ക്രിസ്തുവിൽ നിന്നാണോ? അതാണ് അമ്മയെക്കാളും അധികം എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കാൻ. അതുപോലെ തന്നെ അവിടെ പറഞ്ഞിരിക്കുകയാണ് ഭാര്യമാർ, അല്ലെങ്കിൽ നമ്മുടെ പങ്കാളി. ഭാര്യമാരെന്ന് പറയുമ്പോൾ ഭർത്താക്കന്മാരും ഉണ്ട്. എന്തിനാണ് ഭാര്യയും ഭർത്താവിനെയൊക്കെ ദൈവം നൽകിയിരിക്കുന്നത്? നമുക്കൊരു കൂട്ടായ്മ, അല്ലേ, നമുക്കൊരു സൗഹൃദം, ജീവിത പങ്കാളി എന്നാണല്ലോ നമ്മൾ പറയുന്നത്. അതിനേക്കാളെല്ലാം അധികമായിട്ട് നിങ്ങൾ കാംക്ഷിക്കുന്ന സൗഹൃദം, സഹവാസം, സംസർഗം, അടുപ്പം ആരോടായിരിക്കണം? കർത്താവായ യേശു ക്രിസ്തുവിനോട്. കല്യാണം കഴിച്ചവർ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയുന്നുണ്ട്, കല്യാണം കഴിച്ചവർ പോലും പറഞ്ഞിട്ടുണ്ട്, ബ്രദറെ ചില സമയത്ത് പങ്കാളിയൊക്കെ ആണേലും മനസ്സിലാക്കുന്നില്ല, ഞാൻ കടന്നു പോകുന്ന പ്രയാസം മനസ്സിലാക്കുന്നില്ല. പ്രത്യേകിച്ച് സഹോദരന്മാരാണിത് പറയുന്നത്, അല്ലേ, മനസ്സിലാക്കുന്നില്ല. സഹോദരന്മാർ പിന്നെ തുടക്കം മുതലേ പറയുന്നുണ്ട് മനസ്സിലാക്കുന്നില്ല, അങ്ങനെ പിന്നെ ഒരിക്കലും മനസ്സിലാക്കാൻ പോകുന്നില്ല, അല്ലേ. സഹോദരന്മാരാണ് ചില സമയത്ത് അയ്യോ എന്തോ പറ്റിയോ എന്തോ ഇപ്രാവശ്യം മനസ്സിലാക്കുന്നില്ല, ഈ പ്രശ്നത്തിൽ വന്നപ്പോൾ മനസ്സിലാക്കുന്നില്ല, അല്ലേ. അവർക്ക് വല്ലാത്തൊരിത്, എത്ര സ്നേഹിച്ചിട്ട് അവളങ്ങോട്ട് മനസ്സിലാക്കുന്നില്ലല്ലോ. ഈ മനസ്സിലാക്കുന്ന ഒരു പങ്കാളി, ഒരു കാന്തൻ നമുക്കുണ്ട്, അതാണ് കർത്താവായ യേശു ക്രിസ്തു. ഭാര്യയെക്കാളും ഭർത്താവിനേക്കാളും അധികമായിട്ട് ഞാൻ കാംക്ഷിക്കേണ്ടത് എൻ്റെ യേശു ക്രിസ്തുവിനെയാണ്. അതുപോലെ അവിടെ പറഞ്ഞിട്ടുണ്ട് മക്കളെയും. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് പ്രത്യേകിച്ച് പറയണ്ടേ, കാരണം പലർക്കും യേശു ക്രിസ്തുവിനേക്കാളും വലുതാണ് മക്കൾ, അല്ലേ. എനിക്ക് മാനം സമ്പാദിക്കുന്ന ആരാണ്? മക്കൾ. മക്കൾക്ക് റാങ്ക് കിട്ടിയാൽ പിന്നെ അങ്ങോട്ട് അയൽപ്പക്കത്തൊക്കെ ഇറങ്ങി നിൽക്കാൻ പറ്റും. നിങ്ങൾക്ക് മാനവും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത ഉദ്ദേശമൊക്കെ പകർന്നു നൽകുന്നത് മക്കളല്ല. മക്കളിലൂടെ അല്ല നമ്മൾ ജീവിക്കേണ്ടത്, അല്ലേ. ചില മാതാപിതാക്കൾ അങ്ങനെയാണ്, മക്കളിലൂടെയാണ് ജീവിക്കുന്നത്. അവർക്ക് കിട്ടുന്ന ഉന്നതികളൊക്കെയാണ് ഇവരുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശവും ജീവിതത്തിൻ്റെ അജണ്ടയൊക്കെ സെറ്റ് ചെയ്യുന്നത്. അല്ല, മക്കളല്ല. മക്കളെ ദൈവം ദാനമായിട്ട് തന്നിരിക്കുന്നു. അവരെ നിങ്ങളൊരു നല്ല കാര്യവിചാരങ്ങൾ എന്ന രീതിയിൽ വളർത്തി ദൈവത്തിനെ ഏൽപ്പിക്കുക. പിന്നെ ദൈവവും അവരും തമ്മിലാണ്, അല്ലേ. മക്കളല്ല. മക്കൾ ചിലപ്പോൾ ചീത്തയായി പോയാലും എനിക്ക് ജീവിതത്തിൽ ഉദ്ദേശമുണ്ട്. അവർക്ക് ചിലപ്പോൾ റാങ്ക് കിട്ടിയില്ലേലും എനിക്ക് ബഹുമാനവും മാനവും ഉണ്ട്. എവിടെ? കർത്താവിൽ, അല്ലേ. ചില മാതാപിതാക്കൾ മക്കൾക്ക് എന്തെങ്കിലും വന്നാൽ പിന്നെ ജീവിതത്തിൽ ജീവിക്കണ്ട, എനിക്ക് മരിച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ മക്കൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ജീവിച്ചത്, അല്ലെ. ചില അച്ഛനമ്മമാർ അങ്ങനെ തന്നെ പറയും, മക്കൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ജീവിച്ചത്, അല്ലേ. അപ്പോഴേ തെറ്റി. മക്കൾക്ക് വേണ്ടിയൊന്നും ജീവിക്കരുത്, കർത്താവിന് വേണ്ടി ജീവിക്കണം. കർത്താവിന് വേണ്ടി ജീവിക്കുന്നത് കൊണ്ട് മക്കളെ നോക്കണം, അത് വേറെ കാര്യം, അല്ലേ. എൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം, ഞാൻ എന്തിന് ജീവിക്കണം, എൻ്റെ ജീവിതത്തിൻ്റെ ന്യായീകരണം, ഇത്രയൊക്കെ വന്നിട്ട് എന്തിന് ജീവിക്കണം, ചത്തൂടെ എന്ന് ചോദിച്ചാൽ ന്യായീകരണം കർത്താവ്. എൻ്റെ യേശുവിന് എന്നെ വേണം, എൻ്റെ യേശുവിനെ ഞാൻ ഇനിയും രുചിച്ചറിയേണ്ടിയിരിക്കുന്നു, അവന് വേണ്ടി ഞാൻ ഇനിയും ജീവിക്കും, അല്ലേ. എല്ലാം ഈ ബന്ധമാണ്. മറ്റ് ബന്ധത്തെക്കാളെല്ലാം ഉപരിയായിട്ട് കർത്താവുമായിട്ടുള്ള ബന്ധം നമ്മുടെ ജീവിതത്തെ ഭരിക്കണം. അങ്ങനെ ജീവിക്കുന്നവനാണ് യഥാർത്ഥ ശിഷ്യൻ. അല്ലാതെ കർത്താവുമായിട്ടൊരു പേരിനൊരു അറ്റാച്ച്മെൻറ്റ് വെച്ചിട്ട് ഇതിനെല്ലാം വേണ്ടി ജീവിക്കുന്നവനല്ല ശിഷ്യൻ. ഇന്നും അങ്ങനത്തെവരാണ് കൂടുതൽ ക്രിസ്തീയ കോളത്തിൽ. കർത്താവിനെ മുതലെടുത്ത് ലൗകിക ജീവിതം ജീവിക്കുന്നു, അല്ലേ. ലോകത്തുള്ള എല്ലാവരും പണത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയൊക്കെ പുറകെ ഓടുന്നു. നമുക്ക് അഡീഷണലായിട്ട് ദൈവവും കൂടെ ഉണ്ട് ഇതൊക്കെ നേടിയെടുക്കാൻ. അല്ലാതെ നമ്മുടെ ജീവിത ഉദ്ദേശവും അവരുടെ ജീവിത ഉദ്ദേശവും ഒന്നും വ്യത്യാസമൊന്നുമില്ല. നമ്മളെല്ലാവരും ഒരുപോലെ തന്നെ ലൗകികതയ്ക്ക് വേണ്ടി ജീവിക്കുന്നു. പിന്നെ നമുക്കുള്ളൊരു ഗുണം, നല്ല സഹായകനായ ഒരു ദൈവമുണ്ട്. ഇതല്ലേ ഇപ്പോഴത്തെ ക്രിസ്ത്യാനിത്വം? ഇതല്ല ബൈബിളിലെ ക്രിസ്ത്യാനിത്വം. നമ്മൾ ജാതീയരെ പോലെ ആകരുത്, ഇതൊക്കെ അവരന്വേഷിക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞു. ഇതൊക്കെ അവരന്വേഷിക്കുന്നു. നിങ്ങൾക്കൊരു പിതാവുണ്ട്, നിങ്ങൾ ഈ ബന്ധം അന്വേഷിക്കുക. ആദ്യം അവൻ്റെ രാജ്യം അന്വേഷിക്കുക, ആദ്യം അവൻ്റെ കർത്തൃത്വത്തിൻ്റെ കീഴിലായിട്ട് ജീവിക്കുക. മറ്റേതൊക്കെ ദൈവം തന്നോളും. നമ്മുടെ ജീവിത ദിശ തന്നെ മാറി. ഇനി ഈ ബന്ധമാണ് എല്ലാം, അല്ലേ.
അങ്ങനെ ജീവിക്കുന്നവൻ മറ്റെല്ലാ വ്യക്തികളെക്കാളും എന്നെ വിലയേറിയതായിട്ട് എണ്ണി എനിക്ക് വേണ്ടി ജീവിക്കുന്നവൻ എൻ്റെ ശിഷ്യനായിരിക്കണം. അപ്പോൾ അങ്ങനെ വില കൊടുക്കാൻ തയ്യാറാണോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കുന്ന ഏത് വ്യക്തി, അത് വളരെ അടുപ്പമുള്ള വ്യക്തിയായിരിക്കും, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയായിരിക്കും, നമ്മയും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും, യാഗം കഴിക്കേണ്ടി വരും. അല്ലേ? അബ്രഹാമിന് ഇസഹാക്കിന് യാഗം കഴിക്കേണ്ടി വന്നതുപോലെ, കഴിച്ചില്ല എന്നാലും വക്കുവരെ പോയി, അല്ലേ? തെളിയിക്കേണ്ടി വന്നു, അല്ലേ? എന്ന് പറയുന്നത് പോലെ എൻ്റെ ഹൃദയത്തിൽ വേറെ ഒരു മനുഷ്യന് സ്ഥാനമില്ല. എൻ്റെ കാന്തനായ യേശു ക്രിസ്തുവിനാണ് ഏറ്റവും ഉന്നതമായ സ്ഥാനം. എൻ്റെ ഹൃദയത്തിലെ ആദ്യ സ്നേഹം അവൻ തന്നെയായിരിക്കും. അതിനോട് ചേർന്നാണ് ഇനി അടുത്ത രണ്ടാമത്തെ അവൻ്റെ നിബന്ധന. അത് 26, 27 കൂടെ ചേർത്ത് വായിക്കുക. അവസാനം പറഞ്ഞിരിക്കുകയാണ്, സ്വന്തം ജീവനെയും പകയ്ക്കാതിരിക്കുന്നവൻ തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അപ്പോൾ ക്രൂശ് എടുക്കുന്നവനായിരിക്കണം. അപ്പോൾ രണ്ടാമത്തെ നിബന്ധന എന്ന് പറയുന്നത്, നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനാകണമെങ്കിൽ രണ്ടാമത് കൊടുക്കേണ്ട വില നിങ്ങളുടെ സ്വയത്തിൻ്റെ എല്ലാ പദ്ധതികളെക്കാളും യേശുക്രിസ്തുവിനെ സ്നേഹിക്കണം. എൻ്റെ സ്വന്തം ഇഷ്ടത്തെക്കാളും ദൈവഹിതത്തെ സ്നേഹിക്കണം. അതാണ് ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വന്തം ജീവനെ പകയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നേരത്തെ വ്യക്തിബന്ധങ്ങളായിരുന്നു, ഇനി നിങ്ങളുടെ സ്വന്തം ഇഷ്ടം, ജഡത്തിൻ്റെതായ പദ്ധതികൾ. അതാണ് ക്രൂശ് എടുക്കുക എന്ന് പറയുമ്പോഴുള്ള അർത്ഥം. അതാണ് സ്വന്തം ജീവനെ പകയ്ക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതമൊക്കെ ഒന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ജീവിക്കുന്നത് സ്വയകേന്ദ്രീകൃത ജീവിതമാണോ? എല്ലാം സ്വയത്തിനെ ചൊല്ലിപ്പറ്റി. എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ അഭിമാനത്തിന് വേണ്ടി, എൻ്റെ അഹങ്കാരത്തിന് വേണ്ടി, എല്ലാം എൻ്റെ ആഗ്രഹത്തിന് വേണ്ടി, എൻ്റെ സ്വപ്നം നേടിയെടുക്കാൻ വേണ്ടി. ഇന്ന് പ്രസംഗകർ തന്നെ ഇതൊക്കെ തന്നെ പറയും, നിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ദൈവം എന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിൻ്റെ സ്വാർത്ഥതയ്ക്ക് നല്ലപോലെ എണ്ണ കോരിയിട്ട് തീ കത്തിക്കുന്ന ദൈവം വന്നിട്ടുണ്ടെന്ന്. അത് വേറെ ഏതോ ദൈവമാണ്. ഈ ദൈവം അങ്ങനത്തെ ദൈവമല്ല. നിൻ്റെ സ്വാർത്ഥതയ്ക്ക് എണ്ണ കോരിയിട്ട് നിന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ദൈവമല്ല. നീ ക്രൂശ് എടുത്ത് എന്നെ പിൻഗമിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ലൂക്കോസ് 9:23 എല്ലാവരും കാണാൻ പഠിക്കേണ്ട വാക്യമാണ്. ലൂക്കോസ് 9:23 നമ്മളത് പിന്നീടും വായിക്കും, എങ്കിലും ഒന്ന് വായിച്ച് കേൾക്കാം. ലൂക്കോസ് 9:23. എല്ലാവരോടുമാണ് യേശു ക്രിസ്തു ഇത് പറഞ്ഞത്, ആരും ഒഴിവാക്കിയിട്ടില്ല. ഇച്ഛിക്കുന്നു, ഒരു ശിഷ്യനായിട്ടൊക്കെ ജീവിക്കണം, ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കണം എന്നൊക്കെ ഇച്ഛിക്കുന്നു. അങ്ങനെ ഇച്ഛിച്ചാൽ തന്നെത്താൻ നേരത്തെ പറഞ്ഞ സ്വാർത്ഥതയൊക്കെ പോയി, എന്നെ നിഷേധിച്ച് നാൾതോറും, വല്ലപ്പോഴും അല്ല, മാസത്തിലൊരിക്കലല്ല, വർഷത്തിലൊരിക്കലല്ല, കൺവെൻഷൻ നടക്കുമ്പോഴല്ല, റിട്രീറ്റ് നടക്കുമ്പോഴല്ല, എല്ലാ നാളും ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഈ ക്രൂശ് എടുത്ത് അനുഗമിക്കുക എന്നുള്ളത് അന്നത്തെ കാലത്തെ പശ്ചാത്തലത്തോട് നമ്മൾ മനസ്സിലാക്കണം. ക്രൂശ് എടുത്ത് ആരെങ്കിലും ഇങ്ങനെ നടന്നു പോവാണെങ്കിൽ നമ്മൾ എന്തോ പറയും, ദാണ്ട് ഒരുത്തനെ റോമാക്കാർ ക്രൂശീകരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തെ ഒരു തൂക്കിക്കൊലയ്ക്ക് ഒരാളെ കൊണ്ടുപോകുന്നു അല്ലേ? ഇപ്പോൾ നമ്മൾ പത്രത്തിലേക്ക് വേണം, ഇന്ന ആളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കും? നല്ല തികഞ്ഞ ഒരു കള്ളനോ കൊലപാതകിയോ എന്തോ ആണെന്ന് നമ്മൾ പറയും, അല്ലേ? എന്ന് പറഞ്ഞതുപോലെ മരണത്തിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു ജാഥ എന്നൊക്കെ പറയുന്ന പോലെ പോവുകയാണ് അവരിങ്ങനെ, മരണത്തിലേക്ക് പോവുകയാണ്. ആ യാത്രയാണ് ഇവിടെ കർത്താവ് ഒരു ചിത്രം പോലെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് കർത്താവിനെ പിൻഗമിക്കുക? എന്നും ക്രൂശ് എടുത്ത് മരിക്കാൻ പോവുക, അല്ലേ? ഈ ക്രൂശ് യാത്രയല്ല. ചില സഭക്കാരൊക്കെ ഉണ്ടല്ലോ, ഈസ്റ്റർ ആകുമ്പോൾ ക്രൂശും എടുത്ത് നടക്കും. അങ്ങനെ വർഷത്തിൽ ഒരിക്കൽ ഒരു തടി കുരിശും എടുത്ത് പോകുന്നതിനെ കുറിച്ചല്ല, അല്ലേ? ഭൗതികമായൊരു കുരിശും എടുത്ത് ഇങ്ങനെ പോയി കർത്താവ് ചെയ്തൊക്കെ നാടകം കാണിക്കുക. ആ നാടകമല്ല ഇത്, അല്ലേ? ഇത് നാടകത്തെക്കുറിച്ചല്ല പറയുന്നത്. എൻ്റെ ഹൃദയത്തിൽ സംഭവിക്കേണ്ട കാര്യമാണ്. എന്നെ നിഷേധിക്കണം, എൻ്റെ സ്വപ്നം വേണ്ട, എൻ്റെ ആഗ്രഹങ്ങൾ വേണ്ട, അല്ലേ? നമ്മൾ പാട്ടൊക്കെ പാടാറുണ്ടല്ലോ, എൻ്റെ ഹിതം വേണ്ട കർത്താവേ, നിൻ്റെ ഹിതം മതി കർത്താവേ, അല്ലേ? എന്ത് വേണം നിനക്ക്, നിൻ്റെ ഇഷ്ടം ചെയ്യാം, ഞാൻ അതിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നവനാണ്. എന്നെ കൊല്ലണമെന്നാണ്, അല്ലേ? നമ്മളൊരു പാട്ട് പാടാറുണ്ടല്ലോ, PP മാത്യു അങ്കിളുടെ, എന്നെ തകർക്കുവാൻ താതൻ ഇഷ്ടമെങ്കിൽ അവൻ്റെ ഹിതം സമ്പൂർണ്ണമായി എന്നിൽ ഭവിക്കട്ടെ. അതൊക്കെ പാടുന്ന വിശ്വാസികൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത് പാടും. എന്നെ തകർക്കുവാനാണ് കർത്താവിന് ഇഷ്ടമെങ്കിൽ, അതായത് അങ്ങനെയാണ് ദൈവമഹത്വമെങ്കിൽ എന്നെ തകർത്തോ കർത്താവേ. ഇന്നത്തെ നമ്മുടെ TV യിലൊന്നും ഇങ്ങനത്തെ പ്രസംഗമൊന്നും വരത്തില്ല, കാരണം അതൊക്കെ ഓഫ് ചെയ്യും അപ്പോൾ തന്നെ ആളുകൾ,
അയ്യേ, ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നവന് സ്വോത്രകാഴ്ച കൊടുക്കരുത് അല്ലേ. എന്താ പറയുക, തകർക്കാൻ വരുന്ന ദൈവമോ? അങ്ങനെ എവിടെയെങ്കിലും നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടോ? നിന്നെ തകർക്കുവാൻ കടന്നു വരുന്ന ദൈവം എന്ന് എവിടെയെങ്കിലും കഴിയുന്നത്? ഇത് മറ്റേ നിന്നെ സംതൃപ്തിപ്പെടുത്തുന്നത്, ലോകം കാണുക, നിന്നെ ഉയർത്തുന്ന ദൈവം, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ അല്ലേ. താതൻ എന്നെ തകർക്കുവാൻ ഇഷ്ടമെങ്കിൽ അവൻ്റെ ഹിതം സമ്പൂർണ്ണമായി നിറവേറപ്പെടട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു ദൈവദാസൻ എഴുതിയതാണ് അല്ലേ. ഇന്ന് അതൊക്കെ വിട്ടുപോയി, നമ്മുടെ ക്രിസ്ത്യാനിത്വം ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. ഇപ്പം സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ദൈവത്തെ മുതലെടുക്കും അല്ലേ. ഞാൻ ചില യോഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ആളുകൾ ചിലപ്പോൾ നിന്ന് പാടും, നീ മാത്രം മതി, നീ മാത്രം മതി. എന്തർത്ഥത്തിലായി പാടുന്നത്? എൻ്റെ ആവശ്യങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും ഒക്കെ നേടിയെടുക്കാൻ നീ മാത്രം മതി, അല്ലാതെ എൻ്റെ ആവശ്യങ്ങളൊന്നും വേണ്ട കർത്താവേ, നീ മാത്രം മതി. അങ്ങനെയാണോ പാടുന്നത്? എൻ്റെ കാര്യസാധ്യത്തിന് നീ മാത്രം മതി എന്നാണോ? എനിക്ക് നീ മാത്രം മതി, നീ തരുവൊന്നും വേണ്ട, നീ എന്ന വ്യക്തി തന്നെ എനിക്ക് മതി. നമ്മളിപ്പോൾ ഒരു ആണും പെണ്ണും പ്രേമത്തിലാണെങ്കിൽ ആണ് പോയിട്ട് പെണ്ണിനോട് പറയാ, നീ തരുന്നതൊക്കെയാണ് എനിക്കിഷ്ടം, നീ വേണ്ട. അതോ നീ ഒന്നും തന്നില്ലേലും നീ മാത്രം മതി എന്ന് പറയാം. ഏതാ പ്രേമം? വ്യക്തിയോട് കാണിക്കുന്നതാണ് സ്നേഹം അല്ലേ. ഇന്ന് നമ്മൾ കർത്താവിൻ്റെ കൈ മതി, കർത്താവ് വേണ്ട അല്ലേ. അതുകൊണ്ടാണ് പലരും കാര്യസാധ്യം കിട്ടിക്കഴിയുമ്പം, അയ്യോ ആ ബ്രദറെ ഇപ്പോൾ പ്രെയർ മീറ്റിങ്ങിന് കാണുന്നില്ലല്ലോ, അത് കാര്യം കിട്ടിപ്പോയി അല്ലേ. നമ്മൾ സുവിശേഷത്തിൽ തന്നെ വായിക്കുന്നതാണ്, അപ്പം കിട്ടി പിന്നെ പുരുഷാരത്തെ കാണാനില്ല, പിന്നെ അടുത്ത പ്രാവശ്യം വിശന്നപ്പോൾ വീണ്ടും പോയി. കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾ അപ്പത്തിന് വേണ്ടിയല്ലേ വന്നത് അല്ലേ, നിങ്ങൾ വിശ്വസിക്കാനും രക്ഷ പ്രാപിക്കാനും നിത്യതയ്ക്കൊന്നും വേണ്ടിയല്ല വരുന്നത്. വിശന്നപ്പോൾ വീണ്ടും വന്നു, വിശപ്പ് മാറി, ബൈ ബൈ. ഒരു ഹോട്ടൽ പോലെ, ഒരു സത്രം പോലെ കർത്താവ് അല്ലേ. അത് ശിഷ്യത്വത്തിൻ്റെ ബന്ധമല്ല, അത് മുതലെടുത്ത് ജീവിക്കുകയാണ്, അത് വെറും പുരുഷാരം അല്ലേ. അപ്പോൾ എൻ്റെ സ്വയത്തെ ഞാൻ നിഷേധിക്കണം, എന്നിട്ട് കർത്താവിൻ്റെ ഹിതത്തിന് എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ഇത് തന്നെയാണ് കർത്താവ് നൽകിയിരിക്കുന്ന മാതൃക. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 27-ഉം 28-ഉം ഒന്ന് വായിക്കാവോ. കർത്താവ് ക്രൂശിനെ കുറിച്ച് പറഞ്ഞ കാര്യമാണ്. ഇപ്പോഴെൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു. കർത്താവ് താൻ അഭിമുഖീകരിക്കാൻ പോകുന്ന പങ്കപ്പാടും ക്രൂശിലെ മരണവും ഒക്കെ നോക്കിയിട്ട് പറയാണ്, എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു. ഈ അവസരത്തിൽ ഞാൻ എന്തോ പറയണം? ഇങ്ങനെ കലങ്ങിയിരിക്കുന്ന സമയത്ത് ഞാൻ എന്തോ പറയണം? പിതാവേ, കർത്താവ് ഇതൊന്ന് ഒഴിവാക്കി തരണമേ എന്നാണോ ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? അതോ പക്ഷെ എൻ്റെ ഉദ്ദേശം ഞാൻ ഇത് കടന്നു പോകുവാൻ വേണ്ടിയിട്ട് തന്നെയാണ്. നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. സ്വർഗത്തിൽ നിന്ന് പിതാവ് അപ്പോൾ യേശു കർത്താവ് എന്ത് പറഞ്ഞു? അടുത്ത വാക്യം കൂടെ. ഈ ശബ്ദം എനിക്ക് കേൾക്കാൻ വേണ്ടിയിട്ടല്ല പിതാവ് പറഞ്ഞു, നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു. എന്തോ അവിടെ സംഭവിച്ചെന്നറിയാം? ക്രൂശത കടന്നു വരുന്നു. കർത്താവ് ചോദിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യണം? ഈ കഷ്ടത ഒഴിവാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണോ, അതോ ഈ ഉദ്ദേശം, എന്നെക്കുറിച്ചുള്ള പിതാവിൻ്റെ ഉദ്ദേശം നിർവഹിക്കാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കണോ? എന്ത് പ്രാർത്ഥിക്കണം? പക്ഷെ പ്രാർത്ഥിക്കാൻ പോകുന്നത് എന്താണെന്ന് കർത്താവ് പറഞ്ഞു കേട്ടോ, എൻ്റെ പിതാവിൻ്റെ നാമം മഹത്വപ്പെടണം. ഞാൻ തകർന്നാലും കലങ്ങിയാലും ക്രൂശി മരിച്ചാലും എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം ഒന്നാണ്, എൻ്റെ പിതാവ് മഹത്വീകരിക്കപ്പെടണം. ഇന്ന് നമ്മുടെ പ്രാർത്ഥന എങ്ങനെ? കഷ്ടതയൊക്കെ മാറ്റണേ, പ്രശ്നമെല്ലാം തീരണേ, ഒരു പ്രശ്നവും നടക്കരുതേ, എന്നിട്ട് കർത്താവ് മഹത്വം എടുക്കണേ. അങ്ങനല്ല പ്രാർത്ഥന. യേശു കർത്താവിൻ്റെ പ്രാർത്ഥന, എന്ത് വില കൊടുക്കേണ്ടി വന്നാലും, ഞാൻ എന്ത് കഷ്ടത സഹിക്കേണ്ടി വന്നാലും, ഒരു കാര്യം മാത്രം കർത്താവേ നീ ഒന്ന് ചെയ്യണമേ, അത് നിൻ്റെ നാമമഹത്വത്തിനായിരിക്കണമേ. അതാണ് ഒരു ഭക്തൻ്റെ ഹൃദയം. എന്ത് വില കൊടുക്കേണ്ടി വന്നാലും അന്ത്യത്തിൽ ഒരു കാര്യം സംഭവിക്കുമെങ്കിൽ ഞാൻ തയ്യാറാണ്. എന്താണ് ആ ഒരു കാര്യം? എൻ്റെ ദൈവം മഹത്വം എടുക്കുമെങ്കിൽ അല്ലേ, എൻ്റെ ദൈവം മഹത്വം എടുക്കുമെങ്കിൽ എന്ത് വില കൊടുക്കുവാനും ഞാൻ തയ്യാറാണ്. അതാണ് യേശു ക്രിസ്തുവിൻ്റെ ഹൃദയം. എൻ്റെ പിതാവ് മഹത്വീകരിക്കപ്പെടുമെങ്കിൽ ഞാൻ ഒരു ക്രൂശിൽ പോയി മരിക്കാനും തയ്യാറാണ്. അല്ലാതെ എൻ്റെ ഹൃദയം കലങ്ങിയിരിക്കുന്നു, എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുകയല്ല. സ്വാർത്ഥതയില്ലാത്ത ഹൃദയമായിരുന്നു യേശുവിൻ്റേത്. പിതാവിൻ്റെ മഹത്വത്തിന് വേണ്ടി പരിപൂർണമായിട്ട് അവനെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നൊരു ഹൃദയമായിരുന്നു. ഈ കർത്താവിനെ പിൻഗമിക്കാനാണ് നമ്മളെല്ലാം ഇറങ്ങി തിരിച്ചു വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഗുരു. എത്ര പേർക്ക് പിൻഗമിക്കണം ഈ ഗുരുവിനെ
ഈ കർത്താവിൻ്റെ ശിഷ്യനാകുവാൻ വേണ്ടിയാണ് നമ്മളെല്ലാം ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. എന്താണ് നമ്മുടെ ഗുരു ചെയ്തത്? ശിഷ്യൻ ഗുരുവിനേക്കാളും വലുതല്ലെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്താ ഗുരു ചെയ്തു വെച്ച മാതൃക ഇതാണ്. എന്ത് വില കൊടുത്തും പിതാവ് മഹത്വീകരിക്കപ്പെടണം. അല്ലാതെ എൻ്റെ കംഫർട്ടും എൻ്റെ എന്താ പറയുക സുഖ സൗകര്യങ്ങളും നോക്കിയിരിക്കുകയല്ല. നമ്മളൊക്കെ അങ്ങനെയാണോ? എന്തു വില കൊടുത്തും യേശു ക്രിസ്തുവിൻ്റെ നാമം മഹത്വീകരിക്കപ്പെടണം. അങ്ങനെ തന്നെത്താൻ സ്വന്തം ജീവനെ പകയ്ക്കണം. സ്വന്തം ജീവനെ നമ്മളിത് എവിടെങ്കിലും കേൾക്കാറുണ്ടോ? ഇതൊക്കെ തന്നെ വളരെ വിരളമാണല്ലേ. സ്വന്തം ജീവൻ പകയ്ക്കണം. എൻ്റെ സന്തോഷം, എൻ്റെ സ്വപ്നം, എൻ്റെ സൗകര്യം ഇതൊന്നും തന്നില്ലേലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരെ അല്ലേ? അതാണ് ക്രൂശ് എടുത്ത് നടക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ കൂടെ തെളിയിക്കേണ്ടത് ഇതാണ്: എൻ്റെ ജീവിതത്തിൻ്റെ ഉടമ ഞാനല്ല. ഞാനായിരുന്നെങ്കിൽ എൻ്റെ ഹിതം, എൻ്റെ സ്വപ്നം, എൻ്റെ ഇഷ്ടം അതൊക്കെ നിറവേറണമെന്ന് എനിക്ക് തന്നെ വാശി പിടിക്കായിരുന്നു. പക്ഷേ എന്നെ വിലയ്ക്ക് വാങ്ങി, രക്തം ചീന്തി അവൻ എന്നെ വീണ്ടെടുത്തു. ഇനി ഞാൻ എൻ്റേതല്ല, എൻ്റെ അപ്പൻ്റെയാണ്, എൻ്റെ കർത്താവിൻ്റെയാണ്. ഇനി അവൻ്റെ ഹിതവും അവൻ്റെ ഇഷ്ടവും അവൻ്റെ സന്തോഷവും നിറവേറുവാൻ വേണ്ടിയിട്ട് എന്നെ തന്നെ അവൻ്റെ മുമ്പിൽ കാഴ്ചയായിട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. അതാണ് ക്രൂശിൻ്റെ പാത. ഇത് വല്ലപ്പോഴും ചെയ്യണമെന്നല്ല കർത്താവ് പറഞ്ഞത്, നാൾതോറും. നിങ്ങൾക്കറിയാമോ, കർത്താവ് ഒരേ ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, എന്നും ചെയ്യണമെന്നുള്ളത്. പ്രാർത്ഥന പോലും കർത്താവ് ഒരിടത്തും പറഞ്ഞില്ല എന്നും ചെയ്യണമെന്ന്. എന്ന് വെച്ചാൽ ചെയ്യേണ്ടതെന്നല്ല, നാൾതോറും ഒരു ശിഷ്യൻ ചെയ്തിരിക്കേണ്ട ഒരേ ഒരു കാര്യം മാത്രമേ കർത്താവ് പറഞ്ഞുള്ളൂ. അതായതാണ് ക്രൂശ് എടുത്ത് ജീവിക്കുക. മരണം നിഴലിൽ ജീവിക്കണം. എപ്പോൾ വേണം എന്നെ തന്നെ ഞാൻ കർത്താവിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണ്. അവൻ്റെ നാമമഹത്വത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണ്. അങ്ങനെ ക്രൂശിൻ്റെ നിഴലിൽ നടക്കുന്ന ഹൃദയമുള്ളവൻ മാത്രമേ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടു, ഒരു വ്യക്തി നമ്മുടെ ഹൃദയത്തിൽ കർത്താവിൻ്റെ സ്ഥാനമെടുക്കുവാൻ പാടില്ല. രണ്ടാമതായിട്ട് നമ്മുടെ ജഡത്തിൻ്റെ, നമ്മുടെ സ്വയത്തിൻ്റെതായ ഒരു പദ്ധതിയും കർത്താവിൻ്റെ സ്ഥാനമെടുക്കുവാൻ, അവൻ്റെ ഹിതത്തിൻ്റെ, അവൻ്റെ ഇഷ്ടത്തിൻ്റെ സ്ഥാനമെടുക്കുവാൻ പാടില്ല. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ശിഷ്യന്മാരാകുവാൻ കഴിയുകയില്ല. ഇനി മൂന്നാമത്, അതിൻ്റെ 33 വാക്യത്തിലാണ് ആ ഉപമയെല്ലാം പറഞ്ഞു കഴിഞ്ഞ് കർത്താവ് പറയുകയാണ്, അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അപ്പോൾ മൂന്നാമതായിട്ട് കർത്താവിൻ്റെ ശിഷ്യനാകണമെങ്കിൽ ഈ ഭൂമിയിലുള്ള ഒരു വസ്തുവകകളും നമ്മുടെ ഹൃദയത്തിൽ കർത്താവിൻ്റെ സ്ഥാനമെടുക്കുവാൻ പാടില്ല. വ്യക്തികൾ പാടില്ല, പദ്ധതികൾ പാടില്ല. മൂന്നാമത് വസ്തുവകകൾ, പൊസഷൻസ് അല്ലേ? നമ്മുടെ ഈ ഭൂമിയിലുള്ള സ്വത്തുവകകളൊന്നും നമ്മൾ കർത്താവിൻ്റെ സ്ഥാനമെടുക്കുവാൻ, അവൻ്റെ സ്ഥാനം അപഹരിക്കുവാൻ അനുവദിച്ചു കൊടുത്തുകൂടാ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ, തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ എന്ന് പറഞ്ഞാൽ അതൊന്നിനും വേണ്ടിയിട്ടല്ല ഞാൻ ജീവിക്കുന്നത്, അതൊന്നും എന്നെ ഭരിക്കുന്നില്ല എന്ന് വെച്ചാൽ എല്ലാം കളഞ്ഞങ്ങ് ഭിക്ഷക്കാരനാകണമെന്നല്ല ഈ പറയുന്നത്. ഒന്നും എന്നെ ഭരിക്കുന്നില്ല, എല്ലാം എപ്പോൾ വേണേ കർത്താവിനെടുക്കാം. അമേരിക്കയിൽ എനിക്ക് പരിചയമുള്ള ഒരു സഹോദരനുണ്ട്. പുള്ളി ഒരു IT കമ്പനിയല്ല ജോലി ചെയ്യുന്നത്, പക്ഷേ ജീവിക്കുന്ന ഒരു മിഷണറിയെ പോലെ. അപ്പോൾ പുള്ളി ഒരിക്കൽ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന എന്നോട് പറഞ്ഞു, കർത്താവേ, എൻ്റെ വീട്ടിലുള്ള, എൻ്റെ കയ്യിലുള്ള ഏതു സാധനവും എപ്പോൾ വേണേലും ആർക്ക് വേണേലും നിനക്ക് കൊടുക്കാം. ഇത് കാറെങ്കിൽ കാറ്, ഷർട്ടെങ്കിൽ ഷർട്ട്, റൂമെങ്കിൽ റൂം, പൈസയെങ്കിൽ പൈസ, എന്ത് വേണേലും എപ്പോൾ വേണേലും ആർക്ക് വേണേലും നിനക്ക് ഇഷ്ടമുള്ള ആർക്കും കൊടുക്കാം. അങ്ങനെ ജീവിക്കുന്നൊരു ദേവദാസൻ. അപ്പോൾ അങ്ങനെ ജീവിക്കണം നമ്മൾ. എൻ്റെ ഇതെന്ന് പറയാനൊന്നുമില്ല അല്ലേ? നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ചിലർ പറയും എനിക്ക് ദാനമായി ലഭിച്ച ഭവനം, അങ്ങനെയാണോ പറയാൻ, അല്ലാതെ എൻ്റെ വീടെന്നല്ല പറയേണ്ടത് അല്ലേ? ദാനമായി നൽകിയിരിക്കുന്ന വീടാണ്, നാളെ ഇത് വേണേൽ വേറെ ആർക്കെങ്കിലും കൊടുക്കാം അല്ലേ? നാളെ വേണേൽ ഇത് നമ്മൾ പൊളിച്ചൊരു സഭയാക്കാം അല്ലേ? എന്ത് വേണേൽ സംഭവിക്കാം. എൻ്റേതായി ഒന്നുമില്ല, ദൈവം ഇപ്പം അല്പസമയത്തേക്ക് തന്നിരിക്കുന്നു, നാളെ ഇത് ആരുടെ വേണേലും ആകാം. പക്ഷെ നമ്മളങ്ങനെയല്ലോ, നമ്മൾ വെട്ടിപ്പിടിച്ച് അല്ലേ, നമ്മൾ ഇതിൻ്റെ ആശാനാണെന്നും പറഞ്ഞ് നടക്കാനാണ് നമ്മുടെ ആഗ്രഹം അല്ലേ? എല്ലാ സ്വത്തുവകകളും വസ്തുവകകളും എല്ലാം എൻ്റേതല്ല എന്നുള്ള, അതായത് തീരെഴുതി കൊടുക്കണം കർത്താവിന്. എന്നിട്ട് കർത്താവിനോട് പറയണം, നിനക്ക് ഇഷ്ടമുള്ള ആർക്കും കൊടുക്കാം കർത്താവ്, നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഉപയോഗിക്കാം കർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹൃദയത്തിലെ ഏക നിക്ഷേപം യേശു ക്രിസ്തു മാത്രമാണ്.
വേറെ ഒരു നിക്ഷേപം, ഞാൻ വീടിന് വേണ്ടിയിട്ടും കാറിന് വേണ്ടിയിട്ടും പൈസയ്ക്ക് വേണ്ടിയിട്ടും ബാങ്ക് ബാലൻസിന് വേണ്ടിയിട്ടും ലോകത്തിലെ ബഹുമാനത്തിന് വേണ്ടിയിട്ടും വിദേശ യാത്രയ്ക്ക് വേണ്ടിയിട്ടും ഒന്നിനുമല്ല ഞാൻ ജീവിക്കുന്നത്. എൻ്റെ ഹൃദയത്തിലെ ഏക നിക്ഷേപം എന്തായിരിക്കണം? ട്രഷർ കർത്താവായ യേശു ക്രിസ്തു മാത്രം. നിൻ്റെ നിക്ഷേപം എവിടെയാണോ അവിടെ ആയിരിക്കും നിൻ്റെ ഹൃദയം. അപ്പം നമ്മൾ എന്തോ എപ്പോഴും വിചാരിക്കുന്നതെന്നൊന്ന് ചിന്തിച്ചേ. നമ്മുടെ ഹൃദയം എപ്പോഴും, അതായത് വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകൾ എങ്ങോട്ട് പോകും? വലിയ പ്രശ്നത്തിൻ്റെ നടുവിലിരിക്കുമ്പോഴല്ല, വെറുതെ ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ചിന്ത എങ്ങോട്ട് പോകുന്നു? അതാണ് നിങ്ങളുടെ നിക്ഷേപം. വെറുതെ ഇരിക്കുമ്പോൾ പൈസയെക്കുറിച്ച് ചിന്തിക്കുന്നു, നാളെ എന്ത് ഉടുക്കും, നാളെ എന്ത് കഴിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നിക്ഷേപം ഭൂമിയിലിരിക്കുക. വെറുതെ ഇരിക്കുമ്പം, അതായത് നിങ്ങളുടെ ചിന്തകൾ അതിൻ്റെ തനിയെ വഴി വിട്ടാൽ എപ്പോഴും കർത്താവിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലെ നിക്ഷേപം കർത്താവാണ്. അതാണ് ഭക്തൻ്റെ. വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാ ചിന്തകളും ഭക്തിയിലോട്ട് പോകും. പിന്നെ അതിൽ നിന്ന് തിരിച്ച് വേണം വല്ല ജോലിയൊക്കെ ചെയ്യുമ്പോൾ അതിലോട്ട് ചെലുത്താൻ. അതാണൊരു ഭക്തൻ. നമ്മൾ നേരെ തിരിച്ചാ. ഇതിൽ നിന്നൊക്കെ ഒന്ന് തിരിച്ച് ഭക്തിയിലേക്ക് കൊണ്ടുവരണം. കുറേ നേരം നമ്മൾ ഈ പഴയ കാറ് സ്റ്റാർട്ടാക്കുന്ന പോലെ കിടന്ന് ചാവിട്ടി പൊളിച്ച് പുകയൊക്കെ വന്ന്, അല്ലേ? നമ്മൾ ഈ യോഗമൊക്കെ തുടങ്ങുമ്പോൾ നമ്മളെപ്പോലുള്ളവർ കുറേ പാടുപെടണം. കുറേ പുകയൊക്കെ ചെലുത്തിയാലേ വരുള്ളൂ. കുറേ 10 ഹാലലുവയൊക്കെ പറഞ്ഞൊന്ന് കൈയൊക്കെ അടിച്ച്, അപ്പോഴേ ആളുകൾ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലെത്തത്തുള്ളൂ, അല്ലേ? എന്ന് പറഞ്ഞ പോലെ മറ്റേ ഭക്തന്മാർ നേരെ തിരിച്ചാ. മൺഡേ തൊട്ട് സാറ്റർഡേ വരെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലോട്ട് ഇറങ്ങി വരിക അവർ, അല്ലേ? അതാണ് പ്രശ്നം. നമ്മുടെ ഹൃദയത്തിലെ നിക്ഷേപം എവിടെ ഇരിക്കുന്നു? കർത്താവിനെ തന്നെയാണോ നമ്മൾ നമ്മുടെ ഹൃദയത്തിലെ ഏക നിക്ഷേപമാക്കി വച്ചിരിക്കുന്നത്? അപ്പോൾ ഇത്രയും 3 കാര്യം കണ്ട സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ ചോദ്യത്തിന് ഉത്തരം പറയാം. എന്താണ് ശിഷ്യത്വത്തിന് നമ്മൾ കൊടുക്കേണ്ട വില? അപ്പം ഞാൻ മനസ്സിലാക്കിയത് ഇതാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ ത്യാഗസമ്പൂർണതയോടെ സ്നേഹിച്ച് ഭൂമിയിലുള്ള സകല വ്യക്തികളെക്കാളും പദ്ധതികളെക്കാളും വസ്തുവകകളെക്കാളും സ്നേഹിക്കുന്ന ഒരു ഹൃദയം. അതാണ് ഈ ശിഷ്യത്വത്തിന് ആവശ്യമായിരിക്കുന്ന കൊടുക്കേണ്ട വില. ഇതുണ്ടെങ്കിൽ ശിഷ്യനാകും. എന്താ? കർത്താവായ യേശു ക്രിസ്തുവിനെ ത്യാഗസമ്പൂർണതയോടെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്തും ത്യജിക്കുവാൻ തയ്യാറാണ്. എന്തും, ഏത് വ്യക്തിയെ, ഏത് ബന്ധത്തെ, ഏത് വസ്തുവകൾ, എൻ്റെ ഏത് സ്വപ്നം, എൻ്റെ ഏത് പദ്ധതി, എൻ്റെ ഏത് ആഗ്രഹം, എന്തും ഞാൻ ഏത് സമയത്തും കർത്താവ് പറയുകയാണെങ്കിൽ ത്യജിക്കുവാനുള്ളൊരു മനസ്സ്. അതാണ് ത്യാഗസമ്പൂർണമായ സ്നേഹം. എല്ലാം അങ്ങ് ത്യജിച്ചു എന്നല്ല, പറഞ്ഞാൽ ത്യജിക്കും, റെഡിയാണ് ഒബേ ചെയ്യാൻ, അല്ലേ? എന്ന് പറഞ്ഞതുപോലെ ത്യാഗസമ്പൂർണതയോടെ സ്നേഹിച്ച് ഭൂമിയിലുള്ള സകല വ്യക്തികളെക്കാളും പദ്ധതികളെക്കാളും, അതായത് സ്വപ്നങ്ങളെക്കാളും എന്നുള്ളതാണ് ഈ പദ്ധതി എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഏത് വസ്തുവകളെക്കാളും യേശുവിനെ ഒന്നാമതായിട്ട് സ്നേഹിക്കണം. അങ്ങനൊരു ഹൃദയം, ഒരു ഭക്തൻ്റെ ഹൃദയമുണ്ടെങ്കിൽ ഈ പറഞ്ഞ 3 നിബന്ധനകളും നമ്മൾ പാലിച്ച് നമ്മൾ ശിഷ്യത്വത്തിൻ്റെ പാതയിൽ നടക്കും. അപ്പോൾ ഈ ഹൃദയം എങ്ങനെ വരും? അതിവിടെ ചിന്തിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മൾ ലൂക്കോസ് 9:23 വായിച്ചു, ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ. അതാണ് വളരെ കാതലായ വാക്ക്, ഇച്ഛ, അല്ലേ? ഇംഗ്ലീഷിൽ ഹൂ എവർ ഡിസയേഴ്സ് ടു ഫോളോ ജീസസ്. ഇച്ഛ എന്ന് പറയുമ്പോൾ വില്ലെന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, ഹൃദയത്തിൽ ആഗ്രഹമുണ്ടോ, കർത്താവിനോട് ആഗ്രഹമുണ്ടോ, കർത്താവിനോട് സ്നേഹമുണ്ടോ, കർത്താവിനോട് പ്രേമമുണ്ടോ? അങ്ങനെ ഒരു ഹൃദയം ഉണ്ടെങ്കിൽ ബാക്കിയൊക്കെ വരും, ബാക്കിയെല്ലാം വന്നോളും. അതിൻ്റെ സമയമാകുമ്പോൾ നമ്മൾ പക്വത പ്രാപിച്ച് എല്ലാം ത്യജിക്കുവാനുള്ള ഹൃദയം വരും. 1-ാം ദിവസമേ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചോദിക്കത്തില്ല എല്ലാം കളയാൻ. പക്ഷേ ഹൃദയം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അവനോടുള്ള പ്രേമം, അവനോടുള്ള സ്നേഹം. അങ്ങനൊരു ഇച്ഛയുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ? നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്തോ? എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്തോ ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുമോ, എനിക്ക് യേശുവിനെ പരിപൂർണ ഹൃദയത്തോടൊന്ന് സ്നേഹിക്കണം, എനിക്കൊരു ഭക്തനാകണം. അത് കിട്ടിയാൽ വേറൊന്നും കിട്ടിയില്ലേലും എൻ്റെ ജീവിതം സംതൃപ്തിയുള്ള ജീവിതമായിരിക്കും. ഞാൻ സായുജ്യം അടഞ്ഞു, വേറെ ഒന്നും നടന്നില്ലെങ്കിലും ഞാൻ ഭക്തനായി എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം വിജയമായെന്ന് ഞാൻ കരുതും. അങ്ങനെ ഒരു ഹൃദയം, ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്കുണ്ടോ? ഉണ്ടോ? അവിടെയാണ് കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്, അല്ലേ? നമ്മൾ സുവിശേഷം ധ്യാനിക്കണം എപ്പോഴും. കർത്താവ് എനിക്ക് വേണ്ടി എന്ത് ചെയ്തു,
അവൻ്റെ സ്നേഹം എന്താണ്? അത് ചിലർ പറയും ഇതെന്തോ എല്ലാ ആഴ്ചയും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് വീണ്ടും 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 ചിന്തിക്കേണ്ടതാണ്. കാരണം ഇത് അത്ര മഹത്വമേറിയ സുവിശേഷമാണ്. അതിൻ്റെ ആഴങ്ങളിൽ ഇറങ്ങി ചിന്തിക്കേണ്ടിയിരിക്കുന്നു, ധ്യാനിക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ കാന്തൻ എന്നെ രക്ഷിക്കുവാൻ വേണ്ടി എൻ്റെ മേലിരുന്ന ദൈവക്രോധം എനിക്ക് പകരക്കാരനായി ക്രൂശിൽ വഹിച്ച് എൻ്റെ നിത്യത മാറ്റി. അല്ലാതെ 3 ദിവസത്തേക്കുള്ള പനി മാറ്റി, അല്ലെങ്കിൽ 4 വർഷത്തെ കടം മാറ്റിയല്ല, എൻ്റെ നിത്യത മാറ്റി, എൻ്റെ ഡെസ്റ്റിനി മാറ്റി. അല്ലേ? എനിക്ക് വേണ്ടി അവൻ ദൈവക്രോധം വഹിച്ചു. ഞാൻ ഇനി ശിക്ഷാവിധിയിൽ പോവുകയില്ല. എനിക്ക് വേണ്ടി ആരും ചെയ്യാത്ത പ്രവൃത്തി അവൻ ചെയ്തു. ഞാൻ പ്രാർത്ഥിച്ച് കാല് പിടിച്ചപ്പോഴല്ല അവനത് ചെയ്തത്. എനിക്കിത് അറിയാത്ത കാലത്ത് അവൻ 2000 വർഷം മുമ്പേ വന്ന് ചെയ്തു. അത്രയ്ക്ക് എന്നെ സ്നേഹിച്ച് എന്നെ അവൻ എനിക്ക് വേണ്ടി മരിച്ചെന്ന് മാത്രമല്ല, തക്ക സമയത്ത് വന്ന് എൻ്റെ ഉള്ളത്തിൽ ഈ വെളിപ്പാട് നൽകി, എനിക്കിത് വിശ്വസിക്കുവാനുള്ള കൃപയും നൽകി. ഇന്ന് അവൻ്റെ ജനമാകുവാൻ കഴിഞ്ഞു. അല്ലേ? ഈ സ്നേഹത്തിൻ്റെ പ്രവൃത്തി നമ്മൾ വീണ്ടും 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 ധ്യാനിച്ചാൽ മാത്രമേ ഉള്ളത്തിൽ തീ കത്തി ഈ പറഞ്ഞ ഭക്തി വരത്തുള്ളൂ. ഇത് പലപ്പോഴും നമുക്ക് മറക്കുവാനാണ് ഇഷ്ടം. രക്ഷിക്കപ്പെട്ടു, ഇനി ബാക്കി വേറെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ, ഇനി ഭൂമിയിലെ കാര്യങ്ങൾ, നിത്യത സേഫായാലും, ഇനിയിപ്പം ഇവിടുത്തെ വയറ്റിപ്പഴപ്പ്, അങ്ങനെ നമുക്കിത് തള്ളിക്കളയുവാൻ ഇതൊരു ചെറിയ കാര്യമല്ല. ശരി, നിത്യത രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് അങ്ങ് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഇത് ഒരു കാലത്തും നമ്മൾ മറക്കാൻ പോകുന്നില്ല. വെളിപ്പാട് പുസ്തകം വായിച്ചാൽ അറിയാം, സ്വർഗത്തിൽ പോയിട്ട് എന്തോ ചെയ്യാൻ പോകുന്നത്. ഇത് തന്നെ പാടിക്കൊണ്ടിരിക്കും നമ്മൾ. നിത്യതയോളം നമ്മളിങ്ങനെ പാടിക്കൊണ്ടിരിക്കും. ഞങ്ങൾക്ക് വേണ്ടി മരിച്ച വീണ്ടെടുപ്പുകാരനായ കുഞ്ഞാടിന് മഹത്വം, കുഞ്ഞാടിന് മഹത്വം, കുഞ്ഞാടിന് മഹത്വം. അന്ന് നമ്മൾ ഇത് തികവോടെ മനസ്സിലാക്കും. അപ്പോൾ പിന്നെ നമ്മുടെ അധരങ്ങൾക്ക് നിർത്തുവാൻ കഴിയാത്ത രീതി നമ്മൾ സ്തുതിച്ചുകൊണ്ടിരിക്കും. അന്ന് നമ്മൾ അറിയേണ്ട രീതിയിൽ അറിയും. ഇന്നൊരു കണ്ണാടിയിൽ ഇങ്ങനെ കാണുന്നതേ ഉള്ളൂ. അന്ന് നമ്മൾ അറിയേണ്ടതുപോലെ അറിയുമ്പോൾ നിർത്താത്ത സ്തുതി സ്തോത്രമായിരിക്കും സ്വർഗത്തിൽ. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ചെറിയ തോതിലെങ്കിലും ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ അത് മനസ്സിലാക്കിയെങ്കിലേ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ച് മുന്നേറുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഞാൻ ഉപസംഹരിക്കട്ടെ. ചില ചോദ്യങ്ങൾ ചോദിച്ച്, പ്രായോഗിക തലത്തിൽ ചില ചോദ്യങ്ങൾ ചോദിച്ച്, നിങ്ങൾ പുരുഷാരമാണോ ശിഷ്യഗണമാണോ? അത് നമ്മൾ പൊതുവായിട്ട് സഭയെക്കുറിച്ചുള്ള ഉത്തരവല്ല പറയേണ്ടത്. ഞാൻ പുരുഷാരത്തിൽ നിന്നിട്ട് യേശു ചെയ്യുന്ന അത്ഭുതവും അടയാളമൊക്കെ ചെയ്ത് കൈയടിക്കുന്ന കൂട്ടത്തിലാണോ, അതോ എനിക്ക് യേശുവുമായിട്ട് ബന്ധം? ഈ പുരുഷാരത്തിൽ നിങ്ങൾ പലർക്കും യേശുവുമായിട്ട് ബന്ധമൊന്നുമില്ല. യേശു എവിടുന്നോ വരുന്നു, അവൻ താമസിക്കുന്ന വീട് എവിടാന്നോ ഒന്നും അറിഞ്ഞൂടാ. എന്നാൽ കൂടെ നിൽക്കുന്ന പത്രോസും അവരൊക്കെ കൂടെ നടക്കുക. അല്ലേ? കർത്താവ് ശിഷ്യത്വം ചെയ്യുന്ന അങ്ങനെയാണ്. അല്ലാതെ എൻ്റെ ബൈബിൾ സ്കൂളിൽ വാ, ഞാൻ 3 മണിക്കൂർ പഠിപ്പിക്കാമെന്നല്ല പറഞ്ഞത്. പത്രോസിനോട് പറഞ്ഞെങ്കിൽ വാ, എൻ്റെ കൂടെ ജീവിക്കണം. അല്ലേ? 2 ശിഷ്യന്മാർ, യോഹന്നാൻ 2 വരുന്നുണ്ട്. 2 ശിഷ്യന്മാർ, യോഹന്നാൻ്റെ ശിഷ്യന്മാർ വന്നിട്ട്, ഗുരു നീ എവിടെ താമസിക്കുന്നു, ബാ വന്ന് കാണ്. അല്ലേ? അതാണ് ശിഷ്യത്വം. ശിഷ്യത്വം എന്ന് പറഞ്ഞാൽ ചില സഭകളിലൊക്കെ പ്രോഗ്രാമാണ് ശിഷ്യത്വം. അല്ലേ? ബുധനാഴ്ച വൈകുന്നേരം ബൈബിൾ സ്റ്റഡി. അതല്ല. ശിഷ്യത്വം ചെയ്യേണ്ടവനുമായിട്ട്, അല്ലെങ്കിൽ അത് പ്രാപിക്കുന്നവരായിട്ട് ജീവിക്കണം. ഒരുമിച്ച് ജീവിച്ച് ഗുരുവിനെ കാണണം. അല്ലേ? ഗുരുകുലം എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയുള്ളൂ. അതുപോലെ യേശുവിനെ വ്യക്തിപരമായി അറിയാമോ നമുക്കൊക്കെ? യേശുവിൻ്റെ വഴികളൊക്കെ നിങ്ങൾക്കറിയാമോ? യേശു എങ്ങനെ ഇരിക്കുന്നത്, സംസാരിക്കുന്നത്, ഇതൊക്കെ നമ്മൾ വചനത്തിൽ നിന്ന് പഠിക്കും. നമ്മൾ രാവിലെ തോറും വചനം വായിക്കുന്നത് എന്തിനാണ്? അത് വാഗ്ദത്ത ദൂത് കിട്ടി, ഈ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കാൻ. അല്ലേ? കടബാധ്യത മാറുന്നതിൻ്റെ ദൂത് അവിടെ നിന്ന് കിട്ടും. ഇതൊക്കെയാണ് ചില പഠിപ്പിക്കുന്നത്. രാവിലെ തോറും വചനം വായിക്കേണ്ടത് എന്തിനാണ്? യേശു എങ്ങനെ ഇരിക്കുന്നത്, സംസാരിക്കുന്നത്, അവൻ്റെ വഴികളൊക്കെ നിരീക്ഷിച്ച് പഠിക്കാൻ. എൻ്റെ ഗുരുവിൻ്റെ വഴികളാണ് ഇതെല്ലാം. നമ്മൾ നേരത്തെ കണ്ടില്ല, യോഹന്നാൻ 12, എന്തു വില കൊടുത്തും പിതാവിനെ മഹത്വീകരിക്കുന്നവനാണ് യേശു. അപ്പോൾ അത് പഠിച്ചു. ഇനി ആ വഴി നടക്കണം. അങ്ങനെ അവനുമായിട്ട് സമ്പർക്കം പുലർത്തി. അല്ലേ? നമ്മൾ പറയാനുണ്ടല്ലോ, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാവും സൗരഭ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കർത്താവുമായിട്ട് ഇടപഴകി കുറച്ച് കഴിയുമ്പോൾ നമ്മളും അവനെ പോലെ ആയി മാറും. അങ്ങനെ അവനെ കണ്ടുപഠിക്കുന്നവനാണ് ശിഷ്യൻ. അല്ലാതെ കർത്താവിൻ്റെ കരത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നവരാകുക എന്ന് പറയുന്ന ഇന്നത്തെ കാലത്തെ കച്ചവട തന്ത്രം ഉണ്ടല്ലോ, അത് വെറും മതം. അത് മതം. കർത്താവിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചവൻ, സാക്ഷ്യം അടിച്ചെടുത്തു, ലോട്ടറി അടിച്ചെടുത്തു എന്നൊക്കെ പറയുന്ന പോലെ അല്ല. അനുഗ്രഹം പ്രാപിക്കലല്ല ജീവിതം. ഇയ്യോബിൻ്റെ പുസ്തകം വായിച്ചാൽ മതി. അനുഗ്രഹം പ്രാപിക്കലല്ല ജീവിതം. കർത്താവിനോട് തികവുള്ള ഭക്തി കാഴ്ചവെക്കലാണ് ശരിയായ വിശുദ്ധ ജീവിതം. അല്ലേ? അപ്പോൾ നിങ്ങളൊരു ഭക്തനാണോ? നിങ്ങളൊരു ശിഷ്യനാണോ? നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മാനദണ്ഡം എന്തുവാ?
ഒരു തീരുമാനമെടുക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ വേണം വേണ്ടാന്നൊക്കെ വെക്കുന്ന മാനദണ്ഡം, നിങ്ങളുടെ തീരുമാനങ്ങളുടെയും തിരഞ്ഞെടുപ്പുകളുടെയും മാനദണ്ഡം എന്താണ്? എനിക്ക് കർത്താവിനെ പോലെ ആകണം, അവൻ്റെ വഴിയായിട്ട്. അല്ല, ഇത് ചെയ്തു കഴിഞ്ഞാൽ ലോകത്തുള്ളവരൊക്കെ കൈയടിക്കും, അയൽപ്പക്കത്ത് എനിക്ക് വലിയ വില കിട്ടും. എങ്ങനെയാണോ തീരുമാനം എടുക്കുന്നത്, തിരഞ്ഞെടുക്കുന്നത്? കുഞ്ഞുങ്ങളൊക്കെ ഇരിക്കുന്നത്, നിങ്ങൾ ജോലിയൊക്കെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? ഭാവി നിങ്ങളുടെ പങ്കാളികളെയൊക്കെ എങ്ങനെ തിരഞ്ഞെടുക്കും? ഇതെല്ലാം ദൈവഹിതമാണോ കർത്താവിൻ്റെ വഴിയാണോ, കർത്താവിനെ പോലെ ആകുവാൻ എനിക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വഴിയാണോ? ഇത് നമ്മൾ ചോദിക്കാറുണ്ടോ? നമ്മൾ കണ്ട 3 കാര്യങ്ങളൊന്ന് ചിന്തിക്കാം. നിങ്ങളും മറ്റ് നിങ്ങളുടെ കൂടെയുള്ള ബന്ധുക്കളും ഒക്കെ ആയിട്ടുള്ള ബന്ധം എങ്ങനെ ഇരിക്കുന്നു? ഇതിനേക്കാളെല്ലാം വലുതായിട്ട് നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ? ഇത് ഞാൻ അനുഭവിച്ചറിഞ്ഞൊരു കാര്യമാണ്. ഞാൻ ചിലരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ അഭിമുഖീകരിച്ച ആദ്യത്തെ പ്രശ്നം എന്തായിരുന്നു? എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കൂടില്ല, അല്ലേ? അവരിതിനെതിരായിരുന്നു. ആദ്യകാലങ്ങളിൽ ഭയങ്കര പീഡയായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ ഒരിടത്തും പ്രസംഗിക്കാറുമില്ല. ഞാൻ കർത്താവിനോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഞാൻ ഒരിടത്തും പറയത്തുമില്ല എന്നുള്ളത്. കാരണം അഹങ്കാരം വരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ചില സാക്ഷിയൊന്നും പുറത്തു പറയാൻ പാടില്ല. കാരണം കയ്യടി കിട്ടുമ്പോൾ നമുക്ക് അഹംഭാവം വരും. കർത്താവിന് വേണ്ടി കഷ്ടത അനുഭവിച്ചാണെന്നൊക്കെ പറഞ്ഞ് അത് പിന്നെ അടുത്ത പാപത്തിൽ വീഴും. ഞാൻ പ്രസംഗിച്ചു വീട്ടിൽ പോയി പാപത്തിൽ വീഴും. അതുകൊണ്ട് ഞാൻ ഈ ആദ്യത്തെ 3 വർഷത്തെ കഥകളൊന്നും അധികം പറയാറില്ല. ഒരു കഥ മാത്രം പറയും, പീഡ അവസാനിച്ച ദിവസം. അത് അവസാനിച്ചത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും എൻ്റെ സഹോദരനും സഭയിൽ പോകുന്നത് സൺഡേ തോറും വലിയ വഴക്കിൽ കലാശിക്കും. എല്ലാ സൺഡേയും രാവിലെ പോയി പാട്ടുപാടി ആരാധിച്ച് സമാധാനം വാങ്ങിച്ച് വീട്ടിൽ പോയി വഴക്കുണ്ടായി സമാധാനം പോയി. ഇതാണ് സൺഡേ. രാവിലെ സമാധാനം, ഉച്ചയ്ക്ക് സമാധാനക്കേട്. വീട്ടിൽ വരുമ്പോൾ അച്ഛൻ ദേഷ്യപ്പെടുന്നു, അമ്മ കരയുന്നു. മരണ വീട്ടിൽ കയറുന്ന പോലെ. അങ്ങനത്തെ പ്രയാസത്തിൽ കൂടെ കടന്നുപോയി അവസാനം ഒരു ഞായറാഴ്ച അച്ഛൻ വിളിച്ച് ഞങ്ങളോട് പറഞ്ഞു, അടുത്ത ഞായറാഴ്ച പോവുകയാണെങ്കിൽ പൊക്കോണം, തിരിച്ച് വരരുത്. എൻ്റെ വീട്ടിൽ താമസിച്ച് ഈ പരിപാടി മതിയാക്കിക്കോ. മടങ്ങി വരികയാണെങ്കിൽ എല്ലാം മടക്കി വെച്ചേച്ച് വരണം, എല്ലാം നിർത്തിയേച്ച് വന്നാൽ മതി. ഇല്ല, നിങ്ങളിത് തുടരാനാണ് ഭാവവും, ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ അവഗണിച്ച് മടങ്ങി വരികയാണെങ്കിൽ ഞാനും നിൻ്റെ അമ്മയും തൂങ്ങിച്ചാവും, ഞങ്ങൾക്കിനി ജീവിക്കാൻ വയ്യ. ഞാൻ പറഞ്ഞാൽ അച്ഛൻ വളരെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു, സമൂഹത്തിൽ വലിയ സ്ഥാനവും മാനവും ഒക്കെ ഉള്ള വ്യക്തിയാണ്. അങ്ങനെയുള്ള വ്യക്തിയുടെ മക്കൾ ഇങ്ങനെ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കുടുംബപരമായിട്ടും അച്ഛൻ വലിയൊരു തറവാട്ടിൽ നിന്നൊക്കെ വന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം വില അച്ഛന് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇത് നിർത്താം, നിങ്ങൾ ക്രിസ്തുവിൻ്റെ പുറകെ പോകണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, എൻ്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് വേണ്ട. അപ്പോൾ പിന്നെ എന്നെ ആരും കുറ്റം പറയത്തില്ല, ഞാൻ ഇറക്കി വിട്ടു, പിന്നെ അപ്പോൾ എന്നെ ആരും കുറ്റം പറയത്തില്ല. അപ്പം നമ്മൾ ആദ്യം വിചാരിച്ചു, ഈ മുൻശുണ്ടിയൊക്കെ കൂടുതലുള്ള കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്, അതുകൊണ്ട് തന്നെ 10 മിനിറ്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ മാറും അല്ലേ എന്ന് വിചാരിച്ചു. പക്ഷേ ആഴ്ചയുടെ പകുതി എത്തിയപ്പോൾ മനസ്സിലായി, അവരൊരു വാക്ക് പോലും മിണ്ടുന്നില്ല. അവർ വളരെ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞാണ്, ഇറങ്ങിക്കോ. അപ്പോൾ ആ ആഴ്ച ഞാനും എൻ്റെ സഹോദരനും ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ വിളിക്കും മറ്റേ സഹോദരൻ അല്ലെങ്കിൽ മറ്റേ പാസ്റ്റർ, മക്കളെ ഇങ്ങനെ പോരെ, ഞങ്ങളുടെ വീട്ടിൽ പോരെയെന്ന്. ഈ വിവരം ഞങ്ങൾ സഭയിലുള്ള എല്ലാവരോടും പറഞ്ഞിട്ട് പാസ്റ്റർ മുതൽ ഒരു വ്യക്തിയും പറയുന്നില്ല, അടുത്ത സൺഡേ ഞങ്ങളുടെ വീട്ടിൽ പോരെ, ഒരാളും പറയുന്നില്ല. ഇവർക്കൊക്കെ എന്തോ പറ്റി. ഞങ്ങൾ എന്നിട്ട് ബുധനാഴ്ചയും വ്യാഴാഴ്ചയൊക്കെ, പാസ്റ്ററേ, അന്ന് നമ്മുടെ സഭയിൽ 4 പാസ്റ്റർമാരുണ്ട്, എല്ലാവരെയും വിളിച്ചു പറഞ്ഞു, അടുത്ത ആഴ്ച ചിലപ്പോൾ ഞങ്ങൾ റോഡിൽ ഇറങ്ങേണ്ടി വരും. ശരി, ഞങ്ങൾ പ്രാർത്ഥിക്കാം. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രം പോരെ, വാതിൽ തുറക്കണം. അതില്ല, ആരും പറയുന്നില്ല. അപ്പം ഞങ്ങൾക്ക് അറിഞ്ഞും കൂടാ. ഞാൻ അന്ന് കോളേജിൽ പഠിക്കുന്നു, എൻ്റെ ചേട്ടനും കോളേജിൽ പഠിക്കുക, ലോ കോളേജിൽ പഠിക്കുക, ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നു. ഞങ്ങൾ സൺഡേ പോയി. സൺഡേ ചെന്നപ്പോഴും മുമ്പിൽ വിളിച്ചിരുത്തി പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് അങ്ങ് വിട്ടു. ഞങ്ങളെവിടെ പോകണം അറിഞ്ഞുകൂടാ. അങ്ങനെ ഇന്ന് ഞങ്ങൾ ഇംഗ്ലീഷ് സർവീസ് കഴിഞ്ഞപ്പോഴേ ഇറങ്ങി ഞങ്ങൾ പറഞ്ഞു, വീട്ടിൽ പോയി ഞങ്ങളുടെ ഈ ഇരിക്കുന്ന ബൈക്ക് തിരികെ കൊടുക്കാം, അത് ഞങ്ങളുടെ അല്ലത് അച്ഛൻ്റെ ബൈക്കാണ്, അപ്പോൾ അത് തിരിച്ചു കൊടുക്കാം എന്നും പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയതാണ്. വീട്ടിൽ പോയി നടന്ന സംഭവം എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് അറിഞ്ഞുകൂടാ. വീട്ടിൽ ചെന്ന് കഥ തുറന്നപ്പോൾ അച്ഛൻ ചിരിച്ച് പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നു, അമ്മ കരയുന്നില്ല, അമ്മ ഫോണിൽ സംസാരിച്ചുകൊണ്ട്. അച്ഛൻ ഞങ്ങളെ കണ്ടോണ്ട്, ബാ മക്കളെ വന്ന് പ്രാതൽ കഴിക്കാം, പച്ച മലയാളത്തിൽ ബാ ഫുഡ് കഴിക്കാം, നിങ്ങൾ താമസിച്ചല്ലോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഭക്ഷണം തന്നേച്ച് പറഞ്ഞു വിടാനായിരിക്കും, അന്ത്യ അത്താഴമായിരിക്കും, കഴിച്ചേച്ചിറങ്ങാം എന്നും പറഞ്ഞ് അവിടെ പോയിരുന്നപ്പോൾ ഇവർക്ക് ഒരു ഓർമ്മയില്ല ഇങ്ങനൊരു കാര്യം പറഞ്ഞതായിട്ട്. ഇന്നേ വരെ ഓർമ്മിപ്പിച്ചിട്ടുമില്ല ഞങ്ങളിത്. നിങ്ങൾ അന്ന് പറഞ്ഞല്ലോ ഒന്ന്. അച്ഛനും അമ്മയും മറന്നു.
തലേ ദിവസം രാത്രിയും കൂടെ ഈ വിഷയം പറഞ്ഞ് വഴക്കുണ്ടായ വീട്ടിലാണ് അച്ഛനും അമ്മയും അതങ്ങ് മറന്ന് അവർ ചിരിക്കുന്നു, സമാധാനത്തോടായിരിക്കുന്നു. അത് മാർച്ച് മാസം 2007 നടന്നതാണ്. അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ വീട്ടിൽ പിന്നെ ഈ വിശ്വാസത്തിൻ്റെ പേരിൽ ഒരു എതിർപ്പും ഉണ്ടായിട്ടില്ല. ഇന്നേ വരെ എൻ്റെ അച്ഛനും അമ്മയും പല വിശ്വാസികളും വീട്ടിൽ വരുമ്പോൾ പറയും, ഓ ഇതുപോലൊരു അച്ഛനും അമ്മയും ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ. ഞങ്ങളുടെ അച്ഛനും അമ്മയും വിശ്വാസികളൊക്കെയാണ്, പക്ഷേ ഇതുപോലെ സപ്പോർട്ടൊന്നും ഇല്ല. ഞാൻ IT ജോലി കളഞ്ഞ് ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും പോയിട്ട് വാ മക്കളെ എന്ന് പറഞ്ഞാൽ ഇറക്കി വിട്ടത്. അങ്ങനെ ഇന്ന് പലർക്കും അറിയാം, പൂർണ്ണസമയ ശുശ്രൂഷ ഇറങ്ങുകയാണെങ്കിൽ സ്നാനപ്പെട്ട് അഭിഷക്തൻ മൂപ്പനൊക്കെ ആയിരിക്കുന്ന അപ്പം തന്നെ പറയും പറ്റത്തില്ല, അല്ലേ? എൻ്റെ ചില ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് പൂർണ്ണസമയ ശുശ്രൂഷ ഇറങ്ങാൻ പറ്റത്തില്ല, കാരണം അപ്പം പറഞ്ഞിട്ടോ അത് പറ്റത്തില്ല, നീ ജോലിയോട് കൂടെ നീ വേല ചെയ്താൽ മതി, അല്ലെങ്കിൽ നിനക്ക് കല്യാണമൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അത് ശരിയാ, കല്യാണമൊന്നും കഴിക്കാൻ പറ്റത്തില്ല, അല്ലേ? വില പോവും. അപ്പോൾ വിശ്വാസി അപ്പം തന്നെ അങ്ങനെ പറഞ്ഞു കൊടുക്കുക. എൻ്റെ അപ്പനും അമ്മയും വിശ്വാസികളല്ലാത്തപ്പോൾ തന്നെ മക്കളെ ഇറങ്ങിക്കോ. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടോ, നീ പാസ്റ്റർ ആവേണ്ടവനാണ്, നിനക്ക് അതിനുള്ള കഴിവൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ഒരു സമയത്ത് അമ്മയെ കൗൺസിൽ ചെയ്യേണ്ടി വന്നു. അപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ദൈവം സ്ഥിതിഗതി മാറ്റി. പക്ഷേ ആ ഒരാഴ്ചക്കാലം നമ്മൾ എന്തോ ചെയ്യേണ്ടി വന്നു? വില കൊടുക്കേണ്ടി വന്നു. കർത്താവേ, അപ്പൻ അമ്മയെക്കാളും നിന്നെയാണ് വലുതെന്ന് പറയേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ കൊച്ചു പിള്ളേരെ നിങ്ങളിപ്പോൾ പോകുമൊന്നും വേണ്ട, വീട്ടിൽ കയറി. എങ്ങനെയോ അച്ഛനും അമ്മയ്ക്കും സ്വർഗത്തിൽ നിന്നൊരു സമാധാനം കൊടുത്തു. പിന്നെ ഒരു സൺഡേയും വഴക്കില്ല, കരച്ചിലില്ല, ബഹളമില്ല. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത ദിവസം മുതൽ അവരും കൂടെ നമ്മുടെ കൂടെ ഒന്ന് കൈയടിപ്പാട്ടല്ല, അവർക്കൊരു കുഴപ്പമില്ല. ശരി, മക്കൾ അങ്ങനെ പോയി. പിന്നീട് നമ്മുടെ മറ്റ് ബന്ധുക്കളൊക്കെ എതിർക്കാൻ വരുമ്പോൾ ഇവർ നോക്കിക്കോളും, അച്ഛനമ്മയെ നോക്കിക്കോളും. മക്കളെക്കുറിച്ച് വല്ലതും പറയാനാണ് ഇങ്ങോട്ട് വരണ്ട എന്ന് ഫോൺ വിളിച്ച് ആദ്യമൊക്കെ പറഞ്ഞേക്കും. അതുകൊണ്ട് നമുക്ക് അവർ നമ്മുടെ പലക പോലെ, അല്ലേ, അങ്ങനെ നിൽപ്പുണ്ട്. അങ്ങനെ ദൈവം മാറ്റിയതാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ജീവിതകഥയല്ല നിങ്ങളുടേത്, മറ്റ് ബന്ധങ്ങൾ, അച്ഛൻ അമ്മ മക്കൾ സഹോദരങ്ങൾ ഭാര്യ ഭർത്താവ്, ഈ ബന്ധങ്ങളും കർത്താവുമായിട്ടുള്ള ബന്ധവും തുലനം ചെയ്യുമ്പോൾ എൻ്റെ ഹൃദയത്തിലെ ആദ്യ സ്നേഹം കർത്താവാണെന്ന് പ്രാഗൽഭ്യത്തോടെ പറയാൻ കഴിയുമോ? അത് കർത്താവ്, ഇപ്പം എൻ്റെ സാക്ഷ്യം വെച്ചിട്ടല്ല ഞാനിത് ചോദിക്കുന്നത്, കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, അങ്ങനെ അല്ലാത്തവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഇത് കർത്താവിൻ്റെ നിബന്ധനയാണ്. അപ്പോൾ ആ നിബന്ധനയോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ്? ഏതെങ്കിലും വ്യക്തിയുടെ സ്വാധീനം കർത്താവിൻ്റെ സ്വാധീനത്തെക്കാളും അതിക്രമിച്ച് പോയിട്ടുണ്ടോ നിങ്ങളുടെ ഹൃദയത്തിൽ? അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ആ ബന്ധം വേർപിരിയണം. ഇന്ന് ആ ബന്ധം ദൈവസന്നിധിയിൽ വെച്ച് ഒഴിയണം. കർത്താവെ, ആ വ്യക്തിയോട് എനിക്ക് ഇഷ്ടമാണ്, സ്നേഹമാണ്, ആ വ്യക്തിയോടുള്ള ബന്ധമൊക്കെ കാത്തു സൂക്ഷിക്കും, പക്ഷേ എൻ്റെ ഹൃദയത്തെ ഭരിക്കുവാൻ ഞാൻ ഇനി അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അങ്ങ് അവരെ മുറിച്ച് പിണക്കത്തിൽ പോകണമെന്നല്ല ഈ പറഞ്ഞു വരുന്നത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ, അല്ലേ? അവരെ നമ്മുടെ ഹൃദയത്തിൻ്റെ കർത്താവാക്കുവാൻ പാടില്ല. എൻ്റെ അനുസരണവും എൻ്റെ ജീവിതത്തിൻ്റെ ദിശയൊക്കെ തീരുമാനിക്കുന്നത് അവരല്ല. ഇനി ഇതിനോട് ചേർന്നൊരു കാര്യം കൂടെ പറഞ്ഞു കൊള്ളട്ടെ. നേരത്തെ നമ്മുടെ യൗവനക്കാരുടെ കാര്യം പറഞ്ഞ പോലെ, വെറുക്കാൻ പറയുമ്പോൾ അവർ കൈയടിക്കുന്ന ടീമുകളാണ് എന്ന് പറഞ്ഞതുപോലെ, നിങ്ങളുടെ കൂടെയുള്ള ബന്ധുക്കളെ, ഈ പറഞ്ഞ അച്ഛൻ അമ്മ സഹോദരങ്ങൾ ഭാര്യ ഭർത്താവിനെയൊക്കെ അവരെക്കാളും ദൈവത്തെ അല്ലെങ്കിൽ യേശുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ലക്ഷണം എന്തായിരിക്കും എന്നറിയാവോ? നിങ്ങൾ ഈ പറഞ്ഞ അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും ഭാര്യയെയും ഭർത്താവിനെയും നിങ്ങളെക്കാളും അധികമായി സ്നേഹിക്കും. പറഞ്ഞത് മനസ്സിലായോ? അവരെക്കാളും അധികമായി നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുമെങ്കിൽ നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങളെക്കാളും അധികമായി അവരെ സ്നേഹിക്കും. അല്ലാതെ അപ്പനും അമ്മയും ഭാര്യയൊക്കെ പോകുമെന്ന് പറഞ്ഞാൽ അവരെ ചവിട്ടി ഇറക്കലല്ല. എൻ്റെ ഉള്ളത്തിൽ നിന്ന് സ്വാർത്ഥത നീങ്ങി ഞാൻ യേശുവിനെ ഏറ്റവും അധികമായി സ്നേഹിക്കുമ്പോൾ യേശുവിൻ്റെ സ്നേഹത്താൽ ഞാൻ ഇവരെ എല്ലാം സ്നേഹിക്കും. അപ്പം നിങ്ങളുടെ അപ്പനും അമ്മയോടുള്ള സ്നേഹമൊക്കെ ഒന്ന് ചിന്തിച്ചേ. യേശുവിൻ്റെ സ്നേഹത്താലാണോ നിങ്ങൾ അപ്പനെയും അമ്മയൊക്കെ സ്നേഹിക്കുന്നത്? നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നു, നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കുന്നു, ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? കർത്താവിൻ്റെ സ്നേഹത്താൽ. അതായത് അവർക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുവാൻ തയ്യാറാണ്, അവരുടെ നിത്യതയ്ക്ക് വേണ്ടി എന്ത് വില കൊടുക്കുവാനും തയ്യാറാണ്. ഭാര്യ ഭർത്താക്കന്മാരൊന്ന് ചിന്തിച്ച്, അവരുടെ നിത്യതയ്ക്ക് വേണ്ടി എന്ത് വില കൊടുക്കുവാനും ഞാൻ തയ്യാറാണ്, അല്ലേ? കർത്താവ് ചെയ്തത് ഒരു ഭർത്താവും ചെയ്തതായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കർത്താവ് തൻ്റെ ഭാര്യയുടെ കാല് കഴുകി, അല്ലേ? കർത്താവിൻ്റെ ഭാര്യ കാന്തയാണല്ലോ സഭ. ഏതെങ്കിലും ഭർത്താവ് ഭാര്യയുടെ കാല് കഴുകുന്നത് കണ്ടിട്ടുണ്ടോ? എന്ന് പറഞ്ഞാൽ കാല് കഴുകുന്നത് പോലെ തന്നെത്താൻ താഴ്ത്തി ഒരു സേവകനായിട്ടിരുന്നിട്ടുണ്ടോ? അല്ലേ? ഇതൊക്കെ ചോദിക്കേണ്ട ചോദ്യമാണ്. നമ്മൾ സാധാരണ ഈ ഭക്തി പ്രസംഗമൊക്കെ കേട്ടിട്ട് മനുഷ്യരെ എല്ലാം അങ്ങ് തുച്ഛീകരിക്കാൻ എന്നുള്ള ചിന്തയെടുക്കും. അങ്ങനെ അച്ഛനെയും അമ്മയും ഭർത്താവിനെയും ഭാര്യയും സഹോദരങ്ങളെയും തുച്ഛീകരിക്കാനല്ല ഇന്ന് പഠിപ്പിച്ചത്. കർത്താവിനെ അവരെക്കാളും വലുതായിട്ട് എണ്ണാൻ പഠിക്കുമ്പോൾ നമ്മൾ മറ്റു ബന്ധങ്ങളിലും നമ്മൾ
വിശ്വസ്തരുള്ളതായിട്ടിരിക്കും. അല്ലേ, 2 കൽപ്പന. ഏതാണ് ഏറ്റവും വലിയ കൽപ്പന? ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കുകയാണെങ്കിൽ നിന്റെ അയൽക്കാരനെ നീ വിശ്വസ്തയോടെ സ്നേഹിക്കും. അപ്പോൾ പകയ്ക്കണം എന്നൊക്കെ പറഞ്ഞത് ഈ സ്നേഹത്തിലേക്കുള്ള പാതയാണ്. ദൈവത്തെ ഏറ്റവും അധികമായി സ്നേഹിക്കുമ്പോൾ മറ്റു ബന്ധങ്ങളിലും നമ്മൾ വിശ്വസ്തരുള്ളതായി തീരും. അതുപോലെ ക്രൂശിൻ്റെ പാതയിൽ നമ്മൾ നടക്കുന്നുണ്ടോ? നിങ്ങളുടെയൊക്കെ ദൈനംദിന ജീവിതം, നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതം, നമ്മുടെ ജീവിത ശൈലി എടുത്ത് പരിശോധിച്ചാൽ എന്ത് പറയാൻ പറ്റും? എല്ലാ ദിവസവും ക്രൂശിൻ്റെ നിഴലിലാണ് ജീവിക്കുന്നത്, ത്യാഗസമ്പൂർണതയോടാണ് ജീവിക്കുന്നത്. അതോ വില കൊടുക്കുവാൻ മടിയുള്ളവരാണോ നാം? കർത്താവ് തന്നെ പറഞ്ഞു, കലപ്പയിൽ കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നവൻ സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. അല്ലെ, ആ വാക്യം അറിയോ? ലൂക്കോസ് 9:62 കലപ്പെ കൈവച്ചേച്ച് തിരിഞ്ഞു നോക്കുന്നവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വിചാരം വരുന്നു. അല്ലേ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പ്രസംഗിച്ചപ്പോൾ ഈ മലയാളം വാക്കുകളൊക്കെ ചിന്തിക്കാൻ വളരെ നല്ല വാക്കുകളാണ്. അല്ലേ, വീണ്ടും വിചാരം, അതായത് ഇറങ്ങി തിരിച്ചു പിന്നെ വേണോ? അല്ലേ, ഇംഗ്ലീഷിൽ പറയും സെക്കൻഡ് തോട്ട്സ്. അല്ലേ, രണ്ടാമതായിട്ട് പിന്നെ പുനർചിന്തനം വരുന്നു. അല്ലേ, അപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ പറയും സെക്കൻഡ് തോട്ട്സ് വരുന്നതിൻ്റെ കാരണം യേശു സെക്കൻഡാണ് ജീവിതത്തിൽ, ഫസ്റ്റ് അല്ല. അല്ലേ എന്ന് പറഞ്ഞ പോലെ വീണ്ടും വിചാരം വരുന്നത് എന്തുകൊണ്ടാണ്? കർത്താവിന് 1ാം സ്ഥാനം കൊടുത്തിട്ടില്ല. അങ്ങനെ വീണ്ടും വിചാരം വരുന്നുണ്ട്. ഈ വില കൊടുക്കണോ? ഇത്രയൊക്കെ വില കൊടുത്ത് ആരാധിക്കണോ? അത്ര വലിയ ഈ തീവ്രവാദി ആകണോ? അല്ലേ, നമ്മൾ ചിലർ ഒരു മിതമായ ഭക്തിയൊക്കെ പോരെ. അല്ലേ, എന്തു വില കൊടുത്തും ഞാൻ കർത്താവിനെ, അത്രയും സ്വർഗം എന്തായാലും കിട്ടി, വിശ്വസിച്ചാൽ കിട്ടി, പിന്നെ അതിൻ്റെ അപ്പുറമൊക്കെ വേണോ? അല്ലേ, ഇങ്ങനെയാണ് നമ്മൾ വിട്ടുവീഴ്ചകളൊക്കെ ന്യായീകരിക്കുന്നത്. ഞാനൊരു കുഴപ്പമില്ലാത്ത വിശ്വാസിയാണ്, ഒരു ആവറേജ് ബിലീവറൊക്കെയാണ്, അതുപോലെ നമുക്ക് സ്വർഗത്തിൽ പോയി സമ്മാനമൊന്നും എനിക്ക് വേണ്ടെന്ന്, മുമ്പന്മാർ പിമ്പന്മാരാകുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ വചനമൊക്കെ വെച്ച് നമ്മൾ വ്യാഖ്യാനിക്കും. അങ്ങനാണോ? അതോ കർത്താവിന് 1ാം സ്ഥാനം കൊടുക്കുന്നതാണോ? ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞോ? ലൂക്കോസിൻ്റെ 9:25 നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വാക്യമാണ്. ഒന്ന് വായിച്ചേ, ലൂക്കോസ് 9:25 മലയാളത്തിലൊന്ന് കേൾക്കട്ടെ. സർവലോകവും നേടിയിട്ട് തന്നെത്താൻ നഷ്ടമാക്കി കളയുകയോ ഛേദം വരുത്തുകയോ ചെയ്താൽ അവൻ എന്ത് പ്രയോജനം? കർത്താവ് മുന്നമേ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്, മക്കളെ, ലോകത്തെ നേടുവാൻ വേണ്ടി നിന്റെ ആത്മാവിനെ ത്യജിച്ചു കളയുന്നത് മണ്ടത്തരമാണ്. അല്ലെങ്കിൽ വേറൊരു രീതി പറഞ്ഞാൽ, നിന്റെ ആത്മാവിനെ ത്യജിച്ചിട്ട് ലോകത്തിൽ ഒന്നും നേടിയെടുക്കാനില്ല. ലോകത്തിൽ അങ്ങനെ വിലയേറിയതായിട്ട് ഒന്നുമില്ല. നമ്മൾ ഈ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്ര വില കൊടുത്ത് കർത്താവിന് വേണ്ടി തീക്ഷ്ണമായിട്ട് പോകണോ എന്ന് ചോദിക്കുന്നതിൻ്റെ കാരണം, അങ്ങനെ പോയില്ലെങ്കിൽ നമുക്ക് ലോകത്തിൽ പലതും നേടാം. അല്ലേ, നമ്മൾ കാൽക്കുലേഷനാണത്. അങ്ങനെ വലിയ ലോകത്തിൽ കുറച്ചൊക്കെ നേടാം. അങ്ങനെ ലോകത്തിൽ ആത്മാവിനെ ത്യജിച്ചിട്ട് ആത്മീയതയിൽ വെള്ളം ചേർത്തിട്ട് ഒന്നുമില്ല ലോകത്തിൽ നേടാൻ. നമ്മൾ ലോകത്തിൻ്റെ മഹത്വമൊന്നും പൂർണ്ണമായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ കർത്താവ് ആദ്യം പറഞ്ഞു തരികയാണ്, അവിടെ ഒന്നുമില്ല മക്കളെ. അല്ലേ, നമ്മുടെ പാട്ടുകാരൻ എം.ഇ. ചെറിയാൻ അങ്കിൾ പാടി, നാഥന് മുൾമുടി ചൂടിയ ലോകമേ നീ തരും പേരെനിക്കെന്തിനാ? അല്ലേ, അത് പറയാൻ പറ്റണം. എന്ത് വില കൊടുത്തും ഞാൻ കർത്താവിനെ നേടും, കർത്താവ് എന്നെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്ന തിരുഹിതം പൂർത്തീകരിക്കും. അതിനിടയിൽ നീ ഇവിടെ ഇച്ചിരി വെള്ളം ചേർത്താൽ അവിടെ അത് നേടാമെന്ന് പറഞ്ഞു വരുന്ന പ്രലോഭനത്തോട് ഞാൻ പറയും, ലോകത്തിലൊന്നും നേടാനായിട്ട് യോഗ്യമായിട്ട് ഒന്നുമില്ലെന്ന് എൻ്റെ നാഥൻ ആദ്യമേ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ലോകത്തിൻ്റെ മായാമോഹങ്ങളിൽ ഞാൻ കണ്ണു മഞ്ഞളിച്ച് പോകയില്ല. അല്ലേ, ഞാൻ മയങ്ങിപ്പോകയില്ല. കാരണം ലോകത്തിലൊന്നും ഇല്ലെന്ന് ദൈവം ആദ്യമേ പറഞ്ഞു തന്നു. ഇന്ന് നമുക്ക് പ്രലോഭനം അതാണ്. ലോകത്തിൻ്റെ ഈ അങ്ങോട്ട് ആ തിളപ്പ് കാണുമ്പോഴത്തേക്ക് കൊള്ളാമല്ലോ, നമുക്കൊന്ന് സുഖിച്ചാലോ, ആത്മീയതയൊക്കെ ഇച്ചിരി കുറച്ചാലോ. അല്ലേ, കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ വീട് വിസിറ്റേഷന് ചെല്ലുമ്പം ഡോറ് തുറക്കാൻ ഒരു 10 മിനിറ്റ് സമയം എടുക്കും. എന്താ പറയുക, TV റിമോട്ട് ഓഫ്. അപ്പോൾ പുള്ളി അങ്ങോട്ട് ചെല്ലുമ്പോഴേ സീരിയലിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അമ്മായിയമ്മയും മരുമോളും തമ്മിലുള്ള പോര്, പപ്പ ഈ ട്യൂണാണ്. നീ സ്വർണം തരില്ലല്ലേ? അപ്പോൾ സ്വർണ്ണമൊക്കെ ഊരിയ സമയമായത്. അപ്പോൾ അവിടെ മരുമോളും അമ്മായിമ്മയും തമ്മിൽ വഴക്കാവും, സ്വർണം തരില്ലല്ലേ നീ? അപ്പോൾ ഞങ്ങളങ്ങനെ ബന്ധുക്കളുടെ മൂത്ത്, ഇതൊക്കെയാണല്ലോ ഈ സീരിയലിലെ ചപ്പുചവറ്. നിങ്ങളൊന്നും സീരിയൽ കാണാത്തവരായതുകൊണ്ട് അറിഞ്ഞൂടെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ റിമോട്ട് എടുക്കലും ഓഫ് ചെയ്യലും ബഹളമാണ്. അപ്പോൾ അവരുടെ വിചാരം ലോകത്തിൽ എന്തൊക്കെയോ ഉണ്ട്, ഒരല്പനേരം ലോകമൊക്കെ ആവാം. അല്ലേ, പൂർണ്ണമായിട്ടങ്ങ് ത്യജിച്ച് കളയാൻ പറ്റുന്നില്ല. കാരണം അല്പം മഹത്വമൊക്കെ കാണുന്നുണ്ട്. അതാണ് കുഴപ്പം.
അപ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുകയാണ് ഒന്നുമില്ല എന്ന് മാത്രമല്ല, കർത്താവിനെ വേണ്ടെന്നും വെച്ച് ലോകത്തിൻ്റെ പുറകെ പോയാൽ എന്താ പറ്റുമെന്ന് പറഞ്ഞാൽ അയ്യോ കഷ്ടം. ലോകത്തിലൊന്നും ഇല്ലെന്ന് മാത്രമല്ല, അത് വേണമെന്നും പറഞ്ഞ് കർത്താവിന് ഉടൽ പ്രതിബദ്ധതയിലും ആത്മീയതയിലും വെള്ളം ചേർത്താൽ അതാണ് നഷ്ടം. നമ്മൾ പറയുന്നത് ലോകത്തെ ത്യജിച്ച് കളയുന്നതാണ് നഷ്ടം. അയ്യോ നിങ്ങളപ്പോൾ ഈ സുഖമൊന്നും അറിയാറില്ലേ, ലോകത്തിൽ ഈ കാര്യമൊന്നും നിങ്ങൾക്ക് അറിഞ്ഞുവിടില്ലേ, നിങ്ങൾ മണ്ടന്മാരാണല്ലോ എന്നാണ് നമ്മൾ പറഞ്ഞു പഠിച്ചു വെച്ചിരിക്കുന്നത്. നമുക്ക് അതാണ് നഷ്ടം. അല്ല, ശരിയായ കാഴ്ചപ്പാട് കർത്താവിനെ നഷ്ടപ്പെടുത്തുന്നതാണ് ശരിയായ നഷ്ടം. പറഞ്ഞു നിർത്തട്ടെ. അവസാനമായിട്ട് ഉത്തമഗീതം അതിൻ്റെ 1:2 വായിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഉത്തമഗീതം നമ്മൾ ഈ പറഞ്ഞതുപോലത്തെ ഈ ഭക്തി ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ കർത്താവായ കാന്തനോടുള്ള ആ അഭിനിവേശം, ആ പ്രേമത്തിൻ്റെ ഒരു ചിത്രം കാണിച്ചിട്ട് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ഉത്തമഗീതം എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു, പലരും വായിച്ചിട്ടുണ്ടാകാൻ വഴിയില്ല. ചെറുപ്പക്കാർ ചിലർ വായിക്കാൻ ഇഷ്ടപ്പെടാത്തതാണ്, ചിലർ ഇഷ്ടപ്പെടുന്നതുമാണ്, അല്ലേ? ഉത്തമഗീതം ഒരു കവിതയാണ്. അത് ഒരു കാവ്യാത്മക രൂപത്തിൽ ദൈവവും തൻ്റെ ജനവും, പ്രത്യേകിച്ച് പുതിയ നിയമ പശ്ചാത്തലത്തിൽ കർത്താവും തൻ്റെ സഭയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് അവിടെ. ശലമോനും ശൂലമക്കാരി, അല്ലേ? അതെ, മലയാളത്തിൽ ശൂലമൈറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ. അവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. അപ്പോൾ ആദ്യം ഈ കാന്തയാണ്, ആ സഹോദരിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതിൻ്റെ 2ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ സാധാരണ വായിക്കാത്തത്, അല്ലേ? അവൻ എന്നെ ചുംബിക്കട്ടെ. ഈ പുസ്തകം തുടങ്ങുമ്പോൾ ആദ്യം കാന്തയുടെ വായിൽ നിന്ന് വരുന്ന ആദ്യ വചനങ്ങളാണിത്. ഇതാണ് സഭ പറയേണ്ടത് കർത്താവിനോട്. എന്താണ്? നിന്റെ ചുംബനം എനിക്ക്. അപ്പോൾ ഈ ചുംബനം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും നാണമായി, അല്ലേ? എന്നാൽ നമ്മൾ കർത്താവിനെ ചുംബിക്കണമെന്നുണ്ട്. 2ാമത്തെ സങ്കീർത്തനം 2 പുത്രനെ ചുംബിക്കുക എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ അങ്ങോട്ടും സ്നേഹം പ്രകടിപ്പിക്കണം, ഇങ്ങോട്ടും സ്നേഹപ്രകടനം, അല്ലേ? അവൻ്റെ സ്നേഹത്തെ എനിക്ക് രുചിച്ചറിയണം, അവൻ്റെ സ്നേഹത്തിൻ്റെ വെളിപ്പാടുകൾ എനിക്ക് വേണം എന്നാണ് ആദ്യം കാന്തയുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന 1ാമത്തെ പ്രാർത്ഥന. അതാണ്, എനിക്കെൻ്റെ കാന്തൻ്റെ സ്നേഹപ്രകടനങ്ങൾ സ്വീകരിക്കണം, അവൻ എന്നോടുള്ള സ്നേഹം എത്രമാത്രമാണെന്നുള്ളത് അനുഭവിച്ചറിയണം. അതാണ് കാന്തയുടെ ഹൃദയത്തിലെ 1ാമത്തെ പ്രാർത്ഥന. പക്ഷേ അതിൻ്റെ കാരണം എന്താണ്? അവൻ്റെ പ്രേമം വീഞ്ഞിനേക്കാളും എന്താണ് പറഞ്ഞത്? രസകരമാകുന്നു. ഈ വീഞ്ഞെന്നുള്ളത് പ്രത്യേകിച്ച് പഴയ നിയമത്തിലെ ഈ കവിതകളിൽ, നമ്മുടെ സങ്കീർത്തനം, അവിടെയൊക്കെ ഈ വീഞ്ഞെന്ന് പറയുന്നത് ലോകത്തിലെ സുഖങ്ങളുടെ ഒരു ചിത്രമാണ്, അല്ലേ? ഒരു സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നുണ്ട്, അവർക്ക് വീഞ്ഞും എല്ലാ ധാന്യങ്ങളും ഒക്കെ വിളഞ്ഞതിനേക്കാളും കൂടുതലായിട്ട് കർത്താവ് എനിക്ക് സന്തോഷം നൽകിയിരുന്നു. അപ്പം ലോകത്തിലെ ഭൂമിയിലെ സുഖങ്ങളുടെ ഒരു ചിത്രമാണ് വീഞ്ഞ്. അപ്പോൾ ഇവിടെ കാന്ത പറയുകയാണ്, എനിക്ക് ലോകത്തിലുള്ള എല്ലാ സുഖങ്ങളെക്കാളും എൻ്റെ ഹൃദയത്തെ രസിപ്പിക്കുന്നത് അവൻ്റെ സ്നേഹമാണ്. അവിടെ ഒരു ഭക്തനായ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ഭക്തയായ സഹോദരിയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഇത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഏറ്റുപറച്ചിലാണോ? ഇതാണോ നമ്മുടെ ഹൃദയത്തിൻ്റെ ഏറ്റുപറച്ചിൽ? ഈ ലോകത്തുള്ള എല്ലാ സുഖത്തെക്കാളും, അപ്പൻ, അമ്മ, സഹോദരി, സഹോദരങ്ങൾ, കുടുംബം, വീട്, ഭാര്യ, ജോലി, പൈസ, സമ്പത്ത്, അഭിവൃദ്ധി, ആരോഗ്യം, ആയുസ്, എന്ത് വേണേൽ പറഞ്ഞോ, ഭൂമിയിൽ സംഭവിക്കാവുന്ന എല്ലാ അനുഗ്രഹങ്ങളെക്കാളും രസകരമായത്, എൻ്റെ ഹൃദയത്തെ എന്താ പറയുക, ഉത്സാഹപ്പെടുത്തുന്നത് അവൻ്റെ പ്രേമമാണെന്ന് പറയാൻ കഴിയുമോ? അതാണ് നമ്മൾ വേറൊരു രീതിയിൽ ലൂക്കോസ് 14 കണ്ട ശിഷ്യൻ, അല്ലേ? എല്ലാ ബന്ധങ്ങളെക്കാളും, എല്ലാ പദ്ധതികളും പ്ലാനുകളും സ്വപ്നങ്ങളെക്കാളും, എല്ലാ വസ്തുവകകളെക്കാളും എൻ്റെ ഹൃദയത്തെ രസിപ്പിക്കുന്നത്, എൻ്റെ ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കർത്താവായ യേശു ക്രിസ്തുവും അവൻ്റെ സ്നേഹവും. അങ്ങനൊരു ഭക്തനാണോ നമ്മൾ? നമ്മുടെ ഹൃദയത്തിലെ ആദ്യ സ്നേഹവും ഏക നിക്ഷേപവും യേശു ക്രിസ്തു മാത്രമാണോ? ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങി എന്തായിരുന്നു? ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും കാതലായ വിഷയം വ്യക്തിപരമായി നമുക്ക് കർത്താവുമായിട്ടുള്ള ബന്ധമാണ്. ആ ബന്ധം എങ്ങനെ ഇരിക്കുന്നു? പുരുഷാരമാണോ? ശിഷ്യത്വത്തിൻ്റെ പാതയിലാണോ? അവനെയാണോ നമ്മൾ എല്ലാത്തിനും ഉപരിയായിട്ട് സ്നേഹിക്കുന്നത്? എല്ലാത്തിനും ഉപരിയായിട്ട്. അതാണ് ഇന്നത്തെ ചോദ്യം. ഈ ചോദ്യം പരിശുദ്ധാത്മാവ് നിങ്ങളെല്ലാവരോടും ചോദിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രതികരിക്കുക. നമ്മൾ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രതികരിക്കുക. കർത്താവെ, എനിക്കിതുപോലെ സ്നേഹിക്കണം, ഒരു ഭക്തനാകണം, നിൻ്റെ ഒരു കാന്തയായിട്ട്
ജീവിക്കണം കർത്താവെ എന്നുള്ള ഒരു പ്രതിബദ്ധതയോടെ, ഒരു തീരുമാനം, ഒരു സമർപ്പണത്തോടെ നമുക്ക് ഇന്നത്തെ ഈ യോഗം അവസാനിപ്പിക്കാം. എല്ലാ കണ്ണുകളും അടച്ച് കേട്ട വചനമൊന്ന് ധ്യാനിക്കുക. ഏതെങ്കിലും ഒരു കാര്യമായിരിക്കും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ ഭാരം നൽകുന്നത്, ഒരു വിഷയമായിരിക്കും. അതിനോട് പ്രതികരിക്കുക. ഹല്ലേലൂയ ജീസസ്, ഹല്ലേലൂയ ജീസസ്. കർത്താവേ, അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, നന്ദി കരയേറ്റുന്നു കർത്താവേ, നന്ദി കരയേറ്റുന്നു. സ്നേഹവാനായ കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, വളരെ ചിന്തിക്കേണ്ട വചനം തന്നെയാണ് കർത്താവേ. ഞാനും നീയുമായുള്ള ബന്ധം എങ്ങനെ ഇരിക്കുന്നു? അതിൻ്റെ വ്യവസ്ഥകളൊക്കെ ഞാൻ പാലിക്കുന്നുണ്ടോ? ഞാൻ വെറും പുരുഷാരത്തിൽ കടന്നു വന്ന് നിന്നെ മുതലെടുക്കുന്ന കൂട്ടിലാണോ? അതോ ഞാൻ നിന്നോട് പ്രതിബദ്ധതയുള്ള, നിന്നെ മാത്രം സ്നേഹിക്കുന്ന, നിന്നെ ഏറ്റവും വിലമതിക്കുന്ന ഒരു കാന്തയായിട്ടാണോ ജീവിക്കുന്നത്? കർത്താവ്, ഞങ്ങളുടെ ഉള്ളങ്ങളിൽ നിർവ്യാജ ഭക്തി നിറച്ചു തന്നാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കർത്താവെ ഭക്തി നിമിത്തം നിന്നോട് ഇടപെടുന്നവരും നിന്നോട് ബന്ധപ്പെടുന്നവരുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലാതെ ഭൂമിയിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരകൻ എന്ന രീതിയിൽ മാത്രം നിന്നോട് ഇടപെടാതെ, നിന്നോടുള്ള സ്നേഹബന്ധത്തിൽ കർത്താവ് നിന്നെ ആസ്വദിച്ച് ജീവിപ്പാൻ, നിന്റെ ഒരു സ്നേഹിതനായിട്ട്, ഒരു സ്നേഹിതയായിട്ട് ജീവിപ്പാൻ ഞങ്ങളേവരെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു കാന്തയുടെ സ്നേഹം, ആ സ്നേഹം കർത്താവ് ഞങ്ങളുടെ ഉള്ളത്തിൽ നിറച്ചു തന്നാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ബന്ധത്തിൻ്റെ ആഴവും വ്യാപ്തിയും മനസ്സിലാക്കി അതിനോട് പ്രതിബദ്ധത പുലർത്തി ഭക്തന്മാരായി ജീവിപ്പാൻ ഞങ്ങളേവരെയും സഹായിക്കണമേ. ഭൂമിയിലുള്ള എല്ലാ ബന്ധങ്ങളെക്കാളും, ഞങ്ങളുടെ സ്വയത്തിൻ്റെ എല്ലാ പദ്ധതികളെക്കാളും, ഞങ്ങൾക്ക് ഭൂമിയിലുള്ള എല്ലാ വസ്തുവകകളെക്കാളും നിന്നെ സ്നേഹിക്കുവാൻ, നിനക്ക് പരമോന്നത സ്ഥാനം നൽകുവാൻ, ഹൃദയത്തിൻ്റെ ആദ്യ സ്നേഹവും ഏകനിക്ഷേപവുമായിരിക്കാൻ കർത്താവെ കൃപ ചൊരിഞ്ഞു നൽകണമേ. വേണ്ട ക്രമീകരണങ്ങൾ ഇന്ന് തന്നെ ചെയ്ത് ഹൃദയത്തിലെ എല്ലാ ജാരന്മാരെയും നീക്കിക്കളഞ്ഞ് നിന്നോട് വിശ്വസ്തത പുലർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ വചനം കേൾക്കുവാനും കർത്താവെ ധ്യാനിക്കുവാനും നീ നൽകിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സകല മാനവും മഹത്വവും നിനക്ക് തന്നെ കരയേറ്റുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥന കേൾക്കണമേ പിതാവേ. ആമേൻ, ആമേൻ.